अच्छा रात के लिए धन्यवाद देते हैं प्रभु जी। आज रात आपका दास वचन की गहराई से बात करके मसीह प्रेम की गहराई लोगों का हृदय के अंदर प्रवेश होने के लिए प्रभु जी आपने कृपा करना। अंधकार का शक्ति को यीशु नासरी के नाम से हम लोग बांध लेता है प्रभु जी। जो लोग उद्धार होके और भी अंधेरा में बैठा तो आज एक अलगदाई होने का रात होने के लिए प्रभु आपने कृपा कर लेना। हालेलुया। बथानिया का लासर की घर पे लासर को जी उठाया हुआ परमेश्वर की शक्ति और सामर्थ्य आज रात हम प्रकट होने के लिए आपने कृपा करना। सारे महिमा प्रभु आपको दे देता है। यीशु नासरी के नाम से ये प्रार्थना सुनना और ग्रहण कर पिता आमीन। How many brothers and sisters, those who are here, cannot follow my Malayalam? Let me see your hand. Thank you, Jesus. You are so precious to us. So you are not going to dismay this evening time. I will be putting some words in English so that you will be able to follow the infrastructure of the message. Amen. Hallelujah. Most of the time I am spending my time in the North India, even though I am a Malayali. Thank you, Jesus. Shall we all stand in the presence of God? എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാണ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ ദൈവത്തിന് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. Thank you, Jesus. രഹബോത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനായി സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള രായ്ചാനലിലെ അമ്മയും സ്തോത്രം അതേ ഈ സർവീസിനുള്ളത് അത്രേ. I cannot forget them. 1994 മാർച്ചിലാണ് ഞങ്ങൾ മാരേജ് ആകുന്നത്. അതിന് മുൻപ് 92 മുതൽ എന്ന എൻ്റെ ഓർമ്മ. എല്ലാ രാത്രികളിലും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ലീലാമ്മ എന്നെ ഫോൺ ചെയ്യും. എല്ലാ റിപ്പോർട്ടും ഞാൻ കൊടുക്കും. എവിടെ പോയി, ആരെയൊക്കെ കണ്ടു, മീറ്റിംഗ് എങ്ങനെയായിരുന്നു. സ്തോത്രം. So she is my spiritual mother. Maybe I'm having some spiritual fathers and spiritual counselors because by God's grace these hours we are carrying the gospel more than 34 nations around the world and 20 states of India. So ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. പക്ഷേ I have only one spiritual mother, that is ലീലാമ്മ ആൻറ്റി. Amen. Hallelujah. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ലീലാമ്മ ആൻറ്റിക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് രാജാന് ലീലാമ്മ ആൻറ്റിക്കും ചെയ്യാൻ വേണ്ടി ഞാൻ ആവർത്തിക്കാം. അതെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്. Amen. Hallelujah. 94 ഞങ്ങൾ മാരേജ് കഴിഞ്ഞു. 52 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്തോത്രം അതെ അവിടെ സഭയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ കുവൈറ്റിലായിരുന്നു. 94 20 years സ്തോത്രം. അവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് കണ്ടതാണ് വത്സ ആൻറ്റിയെ, ലൈല ആൻറ്റിയെ. നിങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ചിലർ നമുക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ലല്ലോ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സന്നിധി ദൈവത്തെ സ്തുതിച്ചാണ്. Close your eyes and open your mouth, and all the people, those who are able to talk in tongues and speak to your heavenly Father, come on, this is the time. Raise your voice. Everyone lift your voice and praise him. ശബ്ദം ഉയർത്തി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എല്ലാ ദൈവമക്കൾ അന്യ ഭാഷകൾ ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. അനോഖ പ്യാർ ഹേ തേരാ, करूंगा स्तुति तेरी मैं सर्वदा. अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा. एक बार फिर. अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा. अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा. മോചനം വീണ്ടും ജനനവും നിജപാവിയെന്നിൽ വർഷിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങൾ. രക്ഷിക്കപ്പെട്ട എല്ലാവരും ചേർന്ന് മോചനം
എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ ഹാളിൽ ഞങ്ങൾ നടന്ന് കയറുന്നതിന് മുൻപേ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് കനിഞ്ഞ കൃപയ്ക്കായി നന്ദി. എന്റെ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഇന്ന് രാത്രി കർത്താവ് നെടുകയും കുറുകയും നടക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ബലവാനെ പിടിച്ച് കെട്ടികെട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല. എന്നാൽ ചെയ്ത നാസറേയ യേശു ക്രിസ്തുവിന് ശക്തിയുള്ള നാമത്തിൽ ഈ ജനത്തിന് വിടുതലിനെതിരെ, ആത്മാക്കളെ വിടുതലിനെതിരെ വ്യാപരിക്കുന്ന ശത്രുവിന്റെ സകല കറുത്ത കരങ്ങളെ സകല നാമത്തിനും മേലായ നാസറേയ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇന്ന് രാത്രിയിലും യേശുവിന്റെ രക്തത്തലി അന്തരീക്ഷം ഈ ചുറ്റുപാട് വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. Thank you for the open heaven of God as the Spirit of God moved on the face of the water. Now we welcome you, Holy Spirit. Take control of everyone, take control of everything, and glorify the name of the Son of God, Lord Jesus God. We give you all the glory, we give you all the praises. Thank you for the open heaven, thank you for already the treasuries of heaven open for us. ഇന്ന് രാത്രിയുടെ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ശക്തിയോടെ ശക്തിയോടെ ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. ചത്തതെല്ലാം വീട്ടിൽ പോട്ടെ, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. യെസ് 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 യെസ്. You may be seated in the presence of God with a great expectation tonight. ദയവായി ദൈവസന്നിധിയിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നാട്ടെ. ഈ മനോഹരമായ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. Turn your attention to 1 Corinthians chapter 15 verse 57. The victory secrets of Christ Jesus. The victory secrets of Christ Jesus. 1 Corinthians 1 Corinthians ലേഖനം 15 അധ്യായം 57 വാക്യം. 1 Corinthians 15:57. അദ്ദേഹത്തിന് മൈക്ക് വേണ്ടെന്ന് ഞാൻ മുൻകൂട്ടി അങ്ങ് പറയുക. ആ ശബ്ദം കേട്ടുമ്പോൾ മനസ്സിലായല്ലോ, ആ നല്ല സഹോദരനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യെസ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Praise be to God who gives us victory through Christ Jesus. Christian life is a life of victory. In every circumstances and every situation you have to win, because this is a book of victory. God is a God of victory. The Lord is not placing us in the playground, but He has appointed us in the victory ground. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് കളിക്കളത്തിലല്ല, കൊലക്കളത്തിലല്ല, ഒരു യുദ്ധക്കളത്തിലത്രേ. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. എന്നാൽ പോരാട്ടം നമ്മുടേതല്ല, പോരാട്ടം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പോരാട്ടമെങ്കിൽ ജയം നമ്മുടേതാണ്. യുദ്ധം ദൈവത്തിൻ്റെതാണ്, ജയം നമ്മുടേതാണ്. പരാജയം പിശാചിൻ്റെതാണ്. ഫിനിഷ്. ആശീർവാദം പറഞ്ഞു വിടാമെന്ന് തോന്നുന്നു. യുദ്ധം ദൈവത്തിൻ്റെതാണ്, ജയം നമ്മുടേതാണ്. സ്തോത്രം. പരാജയം പിശാചിൻ്റെതാണ്. Battle belongs to the Lord and victory belongs to us, and all the cases defeat for the devil. Why? Oh, our leader, he is not the prime minister or chief minister, but he is the Lion of tribe of Judah. Already he has won the battle. നമുക്ക് മുൻപായി നടക്കുന്ന ഈ കനാറും കെ കരുണാകരനുമല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവായ യേശു ആയതുകൊണ്ട് ഇരുമ്പൊടാമ്പലുകളെ തകർത്ത, താമ്രഭിത്തികളെ ഉടച്ച്, ദുർഘടങ്ങളെ നിരപ്പാക്കി, ആരും നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ
അവൻ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് കൊണ്ട് ജയമത്രേ നിങ്ങൾക്കുള്ളത്. ഇന്ന് രാത്രി നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ കരയുന്ന, നിങ്ങൾ നെടുവേർപ്പെടുന്ന സകല വിഷയങ്ങളുമേലും കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. There are 8 important places that Jesus went through 2000 years ago. When Son of Man was walking on this planet, the Bible says 8 important places he went through, and finally now he is the King of Kings and the Lord of Lords. The first place the scripture says he born in Bethlehem, and he raised up, or he brought up in Nazareth, and he baptized in Jordan, and he fasted and prayed in wilderness. He started ministering from Galilee. He prayed in Gethsemane. He tortured and slaughtered in the Gabbatha. And finally, he died at the cross of Calvary, on Mount Calvary. And 9th place, he has taken up to the glory from Mount Olives. 9 important places. The scripture says 9 fruit of the Spirit is there. 9 gifts of the Spirit is there. Exactly for our victory. These 9 places always denotes, always it is speaking to us as a 9 important messages for the victory of the Christian life. Hallelujah. എല്ലാ മലയാളികൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 9 സ്ഥലങ്ങളിലൂടെ കർത്താവ് യേശു ക്രിസ്തു കടന്നു പോയാണ് അവൻ ജയം പ്രാപിച്ചത്. പല സമയത്ത് പല സഭകളെ നമ്മൾ നോക്കുമ്പോൾ, ദൈവദാസന്മാരെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്, അവൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയാണ്. പക്ഷെ അവർ വന്ന സ്ഥലങ്ങൾ നോക്ക്. അവൾ പലപ്പോഴും ബൈബിൾ സ്കൂളിൽ നിന്നല്ല വന്നത്, അവൾ സെമിനാരികളിൽ നിന്നല്ല വന്നത്, ജീവിതത്തിന്റെ തീരം വെള്ളത്തിലൂടെയും അത്രേ അവർ കടന്നു വന്നത്. നിങ്ങൾ മിന്നുന്നില്ല, നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കത്തില്ല. ജീവിതത്തിന്റെ ഇന്നലെ തീയിലൂടെ വെള്ളത്തിലൂടെ അവർ വന്നതാണ്. ഇന്നാളുകൾ അവർ ദൈവത്തിന് കൃപയാൽ അണയ്ക്കാൻ കഴിയാത്ത കാട്ടുതീ പോലെ ദൈവസന്നിധി നിൽക്കുന്നത്. കർത്താവ് യേശു ചില നല്ല സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. അർത്ഥം ചില സന്തോഷത്തിന്റെ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി, ചിലത് സങ്കടത്തിന്റെ സ്ഥലത്തിലൂടെ കടന്നുപോയി. ഇന്ന് രാത്രി കുടുംബങ്ങളെ, വ്യക്തികളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ഏതിലൂടെ കടന്നു പോകുന്നു എന്നതല്ല സ്തോത്രം. അതേ വിഷയം, നിങ്ങൾ എവിടെ എത്തുന്നു എന്നതാണ് വിഷയം. The Bible says the Christian life is almost like a Psalms 23. Oh, the first line is good. The Lord is my shepherd. And the last word is also so beautiful. Mercy and goodness that shall follow you. But in between there is a valley. Every individual there is a valley. Every family there is a valley. Every church and ministry there is a valley. But let me tell you, when you cross through your valley, you will meet the lily of the valley. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് മലയാളത്തിലുള്ള സ്തോത്രം കപ്പയും മീനും കിട്ടിയാലേ വാതർക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, സ്തോത്രം. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു താഴ്വരയുണ്ട് കേട്ടോ. നീ താഴ്വരയിലൂടെ പോകുന്നെങ്കിൽ പാസ്റ്ററും പ്രവാചകനും അല്ല കുഞ്ഞൻ കൂടെ ഇരിക്കുന്നത്. ജീവിതത്തിന്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ താഴ്വരയിലെ താമരപ്പൂവിനെ നീ കാണുക തന്നെ ചെയ്യ്. ഈ താഴ്വരയിൽ നീ തകർന്നു പോകത്തില്ല. ഈ താഴ്വരയിൽ നിന്ന് നീ കരകയറുക തന്നെ ചെയ്യും. ബൈബിൾ പറയുന്ന കർത്താവിന്റെ കയ്യിലിരുന്ന് തകർന്നവരുണ്ട്. പിന്മാറ്റത്തിൽ പോയിട്ടല്ല, പാപം ചെയ്തിട്ടല്ല. പിന്നെയോ യോബ് ദൈവത്തിന്റെ കരത്തിൽ നിന്ന് തകർന്നു. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കാണും, ദൈവം അവനെ മറന്നു കളഞ്ഞു, കർത്താവ് അവനെ ഉപേക്ഷിച്ചു, ഇനി അവൻ പൊങ്ങത്തില്ല, ഇനി അവനെ ശുശ്രൂഷ കാണത്തില്ല, ഇനി സ്തോത്രം അതെ അവൻ കാണത്തില്ല. ഇതാ ദൈവം അവനെ അടക്കിയിരിക്കുക. നോ 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 നോ, ദൈവം അവനെ അടക്കിയതല്ല, ദൈവം അവനെ നട്ടിരിക്കുകയാണ്. ദൈവം അടുത്തൊരു പുതിയൊരു വളർച്ചയ്ക്ക് വേണ്ടി, മറ്റൊരു ലെവലിന് വേണ്ടി സഭ കണ്ടിട്ടില്ലാത്ത, ആരും ചെയ്തിട്ടില്ലാത്ത, ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, ആരും വിശ്വസിച്ചില്ലാത്ത ഏതോ വലിയ തലത്തിനു വേണ്ടി ദൈവമായി കർത്താവ് ചിലതിനെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അധരങ്ങളെ തുറന്ന്, അധരങ്ങളെ തുറന്ന്, അധരങ്ങളെ തുറന്ന്. ഇടയ്ക്ക് there are breaks, there are people, സ്തോത്രം, ഇടയ്ക്ക് ബ്രേക്ക് സംഭവിച്ച ആരൊക്കെയോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. There are somebody who is just experiencing some interval. While I was preaching in Kanyakumari, southwest peak of India, people told me, southwest tip of India, people told me before the tsunami, the sea went inside for a kilometer. For a kilometer the sea went inside, and everybody thought that okay, this is the time, let us go inside the sea. 500 people, they went inside and nobody escaped from tsunami.
Until that time, they have seen only the waves. We are experienced many waves, healing waves, oh hallelujah, salvation waves, baptism waves, ministry waves. And let me tell you, for the people, those who are experiencing a break, oh hallelujah, God is preparing you for a tsunami. ചില സമയത്ത് സ്തോത്രം നീ ചോദിക്കും, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല, കർത്താവ് എനിക്ക് ബ്രേക്ക് തന്നിരിക്കുക, മേലെ പറക്കുന്നതായ കഴുകനായി എന്നെ താഴെ ഇറക്കി. സ്തോത്രം, കുറെ കാലമായി ഇതാ ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞത്, കടൽ താഴോട്ട് ഇറങ്ങുന്നത് കണ്ടാൽ കക്ക പറക്കാൻ ഇറങ്ങല്ല മക്കളെ, സുനാമി വരികയാണ്. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് നിന്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവം ഇട്ടു എങ്കിൽ, നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം, അച്ഛൻ പറഞ്ഞു ശ്വാസം എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം ഒരു ബ്രേക്ക് നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നുവെങ്കിൽ, ആരും ഇതുവരെ കുവൈറ്റിൽ കണ്ടിട്ടില്ലാത്ത, ലോകരാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സുനാമിക്ക് വേണ്ടി നിന്നെയും നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ജയമാണ് നിനക്കുള്ളത്. നീ ചിന്തിക്കുന്നത് ജയമാകട്ടെ, നീ പാടുന്നത് ജയമാകട്ടെ, നീ പറയുന്നത് ജയമായിരിക്കട്ടെ, നീ പ്രസംഗിക്കുന്നത് ജയമാകട്ടെ. If you born again, you just born for victory. Amen. If you born again, you just born for victory. Somebody put your hands together and praise God. Hallelujah. 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 അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ ജയിപ്പാനായി ജനിച്ചിരിക്കുന്നു. Touch your neighbor and say, we are just born for victory. Amen. We are just born for victory. We are just born for victory. Oh, 9 places that Jesus went through. എല്ലാം പറഞ്ഞ അടുത്ത പ്രാവശ്യം നിങ്ങൾ വിളിക്കത്തില്ല, അതുകൊണ്ട് 2 മാത്രം പറയാൻ ഇന്ന് രാത്രി നേരമുള്ളൂ. സ്തോത്രം. ഒന്നാമതായി യേശു കർത്താവ് എവിടെ നിന്നാണ് തുടങ്ങിയത്? The first place, Matthew chapter 2 verse 6. Yes, the Gospel of Saint Matthew chapter 2 verse 6. മത്തായി സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. ജയിച്ച യേശു തുടങ്ങിയത് എവിടെ നിന്നാണ്? ജയിച്ച യേശു എവിടെ നിന്നാണ് ആരംഭിച്ചത്? മത്തായി 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. മതി. സ്തോത്രം. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, and though Bethlehem in the land of Judah are not the least among the princes of Judah, for out of thee shall come the governor that shall rule my people. The scripture denotes Jesus started from Judah. യേശു യഹൂദിയിൽ നിന്ന് ആരംഭിച്ചു. Means he started from praise. He started from praise. You have to start your life of victory, not watching the TV or reading the newspaper, or not to start with a bad coffee, but you have to start with the praise. Then you will have the victory. രാവിലെ വറക്കോണീറ്റ് ഏഷ്യാനെറ്റും സ്തോത്രം MMTVയും കണ്ടല്ല തുടങ്ങേണ്ടത് മക്കളെ. മനോരമ വായിച്ചല്ല തുടങ്ങേണ്ടത്. ബെഡ് കോഫി പിടിച്ചല്ല തുടങ്ങേണ്ടത്. നീ സ്തുതിച്ചു തുടങ്ങിയാൽ നീ ജയിച്ചു മുന്നേറുക തന്നെ ചെയ്യ്. സ്തുതിച്ചു തുടങ്ങിയാൽ ജയിച്ചു മുന്നേറുക തന്നെ ചെയ്യും. സ്തുതിച്ചു തുടങ്ങിയാൽ ജയിച്ചു മുന്നേറും. സ്തുതിക്കുന്ന ആരേലും വന്നിട്ടുണ്ടോ? സ്തുതിച്ചു തുടങ്ങിയാൽ ജയിച്ച് മുന്നേറ്. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല നിങ്ങൾ കത്തോലിക്കരാണോ, മാർത്തോമയാണോ, ഓർത്തഡോക്സ് ആണോ, സ്തോത്രം പെന്തക്കോസ്റ്റലാണോ. ലെറ്റ് മീ ടെൽ യു, സ്തോത്രം, അതെ, ദൈവം എങ്ങനെയായിരിക്കുന്നു അതുപോലെ ദൈവ മക്കളും ആയിരിക്കണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. സ്തോത്രം. അവർ 2 പേരും അറബി പെണ്ണുങ്ങളല്ല, ചൈന പെണ്ണുങ്ങളല്ല. അവർ 2 പേരും മലയാളി കുട്ടികളാണ്. മൂത്തയാള് സ്തോത്രം സ്വിറ്റ്സർലാൻഡിൽ കോക്സിൽ പഠിക്കുന്നു. 2ാമത്തെ ആള് കൊടൈക്കനാൽ 10th ഗ്രേഡിൽ പഠിക്കുന്നു. യെസ്, എന്റെ മൂത്ത മോള് കോളേജ് ഫസ്റ്റ് ഇയറാ. എന്നെ കണ്ടാൽ പഴയ ബോയ് പ്രീച്ചറിനെ പോലെ നിങ്ങൾ തോന്നിയാൽ സ്തോത്രം. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. സോ നോക്കണമേ, സ്തോത്രം. ആ 2 കുട്ടികളെ മലയാളികളാണ്. കാര്യം എന്ത്? അപ്പം മലയാളി, അമ്മ മലയാളി. സ്തോത്രം. അപ്പം മലയാളി ആയതുകൊണ്ട്, അമ്മ മലയാളി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ മലയാളിയായിരിക്കുന്നു. ഫോർ ദ മലയാളി പാരൻസ്, though there will be always Malayali kids, for Goan parents always there will be Goan kids. Exactly, God is not a silent mute God. He talks. So exactly the same way, when you come to the presence of God, the Bible says you have to praise God.
because God dwells over the praises of his people. Likewise, you came and sat on this creamish chair. Oh, the Bible says God is coming down and he dwells over your praises. സ്തോത്രം. ദൈവം മിണ്ടാതിരിക്കത്തില്ല. താടിക്കും കൈയും കൊടുത്ത് യവന് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ദൈവം മിണ്ടാതിരിക്കത്തില്ല. ദൈവമായ കർത്താവ് സംസാരിക്കുന്നവനായതുകൊണ്ട്, അപ്പച്ചനോട് സംസാരിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൾ. സ്തോത്രം. അതിന്റെ പേരാണ് സ്തുതി. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. Praise is not a noise pollution. Always praise brings the victory. Always praise brings the supernatural presence and deed of God, the power of God. The Bible says, വേദപുസ്തകം പറയുന്നു, എവിടെയാണോ ജനം ദൈവത്തെ സ്തുതിച്ചത് അവിടെ വെളിപ്പെട്ട വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഏറ്റവും വലിയ കുടിയിരിപ്പുകൾ ഒന്നായിരുന്നു യെരിഹോ പട്ടണം. സ്തോത്രം. വിശുദ്ധ നാട് സന്ദർശിക്കുന്നതായ സമയത്ത് യെരിഹോ വഴി കടന്നു പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ കുസൃതി ചോദ്യമായി ആ ഗൈഡിനോട് ചോദിക്കും, സ്തോത്രം, യെരിഹോ പട്ടണം നിങ്ങൾ കാണിച്ചു തന്നു, പരമനുഷ്യ യെരിഹോ മതില് എവിടെയാണ്? യെരിഹോ പട്ടണമുണ്ട്, എവിടെയാ യെരിഹോ മതിൽ? അവൻ പറയും, സയൻസ് ഇത്രയും പുരോഗമിച്ചു, ശാസ്ത്രം എത്രയും വളർന്നു, പക്ഷെ ഒരു ശാസ്ത്രജ്ഞന്, ഒരു ഹിസ്റ്റോറിയന്, ഒരു പുരാവസ്തു ഗവേഷകന് യെരിഹോ മതിൽ എവിടെയായിരുന്നെന്ന് ഇതുവരെ കണ്ടുപിടിപ്പാൻ കഴിഞ്ഞിട്ടേയില്ല. കാരണം അതിനെ പൊളിച്ചിട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, സർവശക്തനായ ദൈവം മാത്രമേ. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു വിഷയം പരിഹരിച്ചാൽ, ദൈവം ഇന്ന് രാത്രി ഒരു ക്യാൻസറിനെ തൊട്ട് അപ്രത്യക്ഷമാക്കിയാൽ, ദൈവം ഒരു സ്തോത്രം ട്യൂമറിനെ അപ്രത്യക്ഷമാക്കിയാൽ, ദൈവം ഒരു വിഷയത്തെ കുടുംബത്തിൽ തലമുറയിൽ പരിഹരിച്ചാൽ, ദൈവം ഒരു കെട്ടിനി അഴിച്ചാൽ, ഒരു മഷിയിട്ട് നോട്ടക്കാരന്, ഒരു സ്കാനിങ്ങിന്, ഒരു ഡോക്ടർക്ക്, ഒരു സാത്താന്, ഒരു മനുഷ്യന് പിന്നെ അത് നോക്കിയാൽ അത് കാണുവാൻ കഴിയത്തേയില്ല. Yes! In Jesus' name, in Jesus' name, in Jesus' name. സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി വന്ന് കയറിയതുപോലെ അല്ല പലത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. യേശുവിന്റെ രക്തം ജയ. ഹല്ലേലൂയ. വാതുറക്ക്. കരങ്ങളടിക്കേണ്ടവർ കരങ്ങളടിക്ക്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്റെ വേരല്ല, ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്റെ കൊമ്പിനെയല്ല അവൻ വെട്ടിയിടുന്നത്, അത് വേരോടവൻ വലിച്ചു പിടിത് കടലിലിട്ട് കളയുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. The fort of Jericho, that was bigger than the Chinese wall. China's wall, it is longest in the length, but for the breadth, it was 3 times bigger than the China wall. That is what the history says. 3 chariots was able to cross at the same time. That much bigger was the China wall. Bigger was the Jericho wall. The scripture says 7 days they walk around the Jericho, and the 7th day when they praise God, there was a great earthquake, and the earth has opened the mouth, and the wall has totally disappeared from the face of the earth. In the name of Jesus, whatever may be the Jericho that is challenging on your way, in this service, not next Sunday, not coming Friday, in this service, in the mighty name of Jesus, let every challenging problems, let it be disappear in Jesus' name. മനസ്സിലായോ മലയാളിയെ? 3 രഥങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തട്ടാതെ ഓടത്തക്ക വലിയ മതിലായിരുന്നു യെരിഹോവിന്റെ മതിൽ. അത് അടച്ച് ഉറപ്പാക്കിയിരുന്നു. ജീവിതത്തിൽ, കുടുംബത്തിൽ എന്തെങ്കിലും അടച്ച് ഉറപ്പാക്കിയെങ്കിൽ അത് വീഴേണ്ട നേരം അടുത്തിരിക്കുകയാണ്. യെസ്, അത് അടച്ച് ഉറപ്പാക്കിയിരുന്നു. 6 ദിവസം മിണ്ടാതെ നടന്ന് 7ാമത്തെ ദിവസം അവർ ആർപ്പിടുമ്പോൾ, സ്തോത്രം, യെരിഹോ മതിൽ ചെതറിയല്ല വീണത്. കേരളത്തിൽ ഭയങ്കര മഴയാ കഴിഞ്ഞ ആഴ്ചയൊക്കെ. സ്തോത്രം. ഞാൻ ആഫ്രിക്കയിലായിരുന്നു. സ്തോത്രം. വൈഫ് വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര മഴയാ. ഞാൻ പറയട്ടെ, അങ്ങേലത്തെ കയ്യാല ചെതറി വീണത് പോലെയല്ല യെരിഹോ മതിൽ ചെതറി വീണത്. അത് ചെതറി വീണെങ്കിൽ വല്ല ട്രസ്റ്റിനോ കമ്മിറ്റിക്കോ എന്തെങ്കിലുമൊക്കെ വീണ്ടും അതിനെ കെട്ടിപ്പൊക്കാൻ കഴിയും. എന്നാൽ ദൈവം പൊളിച്ചാൽ ആരും പണിയുന്നില്ല. ദൈവം തുറന്നാൽ ആരും അടയ്ക്കുന്നുമില്ല. ദൈവം തിരഞ്ഞെടുത്താൽ ആർക്കും കുറ്റം ചുമത്തുവാനും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം അതിനെ പൊളിച്ചിട്ടു. ദൈവം അതിനെ ചിതറിയല്ല തകർത്തത്. ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഭൂമി പിളർന്നു. ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒറിജിനൽ ഗ്രീക്ക് ബൈബിൾ പറയുന്നു ഭൂമി പിളർന്നു. ഭൂമി പിളർന്നിട്ട് യെരിഹോ എന്ന് പറയുന്ന സാധനം സ്തുതിക്കുന്നവന്റെ ഭൂമിയിൽ ഇല്ലാതെ വണ്ണം ദൈവം അതിനെ അപ്രത്യക്ഷമാക്കി. ഇന്ന്
രാത്രി ആരാധിപ്പാൻ ഇറങ്ങി പുറപ്പെട്ട എല്ലാം ഓർത്തോളണം. യേശുവിന്റെ നാമത്തിൽ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുത്തോളം യെരിഹോവം നീയുമായി ഒരുമിച്ചിരിക്കത്തില്ല. ആരാധിക്കുന്നവനും അവന്റെ തലവരെ ഉയരും. നിന്റെ യെരിഹോ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ let every Jericho disappear in Jesus' name. Whether it's a financial crisis, whether it's a family problem, whether it is a sickness, in the name of Jesus, the devil, your time is over. Now it is a glorious season of the Lord over every life and every individual in Jesus' name. Hallelujah. സ്തോത്രം. സ്തുതിക്കുന്നവരെ മാത്രമേ കേട്ട വാഗ്ദത്തത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. ഈ യെരിഹോവിനെ തള്ളിയിട്ട യോശുവ അങ്ങ് മരിച്ചു കേട്ടോ. യോശുവ മരിച്ചിട്ട് വാഗ്ദത്തം മരിച്ചില്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, വാഗ്ദത്തം മരിക്കുന്നില്ല. ഒന്ന് പറഞ്ഞാട്ടെ. ബാബാശ്രേ, നിങ്ങൾ പ്രവചിച്ച ഒറ്റ വാഗ്ദത്തം മരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, സ്തോത്രം, അഭിഷിക്തൻ മരിക്കും. പക്ഷെ അഭിഷിക്തൻ പറഞ്ഞതായ വാഗ്ദത്തത്തിന് ഒരിക്കലും മരിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. യോശുവ മരിച്ചു, വാഗ്ദത്തം പിന്നെയും ബാക്കി കിടക്കുന്നു. കർത്താവ് സീനിയോറിറ്റി അനുസരിച്ച് ആദ്യം രൂപേം പോട്ടെ, രണ്ടാമത് ജിമൈ പോട്ടെ എന്നല്ല പറഞ്ഞത്. ഇത് തിരുവനന്തപുരം പട്ടം അതേ സിഗ്നലിന്റെ അപ്പുറത്തുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല കുഞ്ഞെ. സീനിയോറിറ്റി അനുസരിച്ച് വിടാൻ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതെ. ഓ യഹൂദ പുറപ്പെടട്ടെ, യഹൂദ പുറപ്പെടട്ടെ, യഹൂദ പുറപ്പെട. ആദ്യം ഞങ്ങളാണ് കുവൈറ്റിൽ വന്നത് ബ്രദർ. ആദ്യം ഞങ്ങൾ വന്നിട്ട് പിന്നെ ബാക്കി നീ. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വേദപുസ്തകം പറയുന്നു. സ്തോത്രം. സ്തുതിക്കുന്നവനാണ് സ്തുതിക്കുന്നവനോട് വാഗ്ദത്തത്തിൽ കടക്കുന്നത്. സ്തുതിക്കുന്ന സഭ, വാഗ്ദത്തത്തിൽ കടക്കുന്ന സഭ, സ്തുതിക്കുന്ന ദൈവ പൈതൽ, വാഗ്ദത്തത്തിൽ കടക്കുന്ന ദൈവ പൈതൽ. യെസ്, when you praise God, you will inherit your promises. Joshua died, but the next generation, the Bible says, the Lord said, let the Judah go first, because when the Judah goes, he is going to inherit the promises. If you heard any promises directly from the Lord or through the men of God, let me tell you, the promises cannot die. This is not the season, the children of God, just simply hearing the promises, but in this is a special season. We are going to inherit the promises. വാഗ്ദത്തം കേൾക്കുന്ന കാലമല്ലെന്ന്, ഇത് വാഗ്ദത്തം പ്രാപിക്കുന്ന കാലമാണ്. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നവന് മാത്രമേ വാഗ്ദത്തത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. സ്തുതിക്കുന്നവന് പ്രൊമോഷൻ ഉണ്ട് ദൈവമേ. Oh, if you praise God, there will be promotion. The best example, shepherd boy, he has promoted to the king. The shepherd boy promoted as a king. സ്തുതിക്കുന്ന കുടുംബം ഒരിക്കലും തൊലയത്തില്ല. നീ സ്തോത്രം പറഞ്ഞു തുടങ്ങിയപ്പോ, നീ ബൈബിൾ കൊണ്ട് കൂട്ടായ്മയ്ക്ക് പോയി തുടങ്ങിയപ്പോ, നീ സ്നാനപ്പെട്ടപ്പോ, നീ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോ, നിന്റെ അടുത്ത ഫ്ലാറ്റിലുള്ളവര്, നിന്റെ നാട്ടിലുള്ള പാരമ്പര്യക്കാരെ, ബന്ധുക്കള് എല്ലാരും പറഞ്ഞു, യവൻ ബന്ധിക്കോസി ചേർന്നു, യവൻ തൊലയും, യവൻ കുഴിയും, യവൻ തകരും, യവന് സ്തോത്രം തീരും. പക്ഷെ ഞാൻ പറയട്ടെ, നിന്നെ പരിഹസിച്ചവൻ ഇല്ലാത്ത കുഴിയെടുത്ത് താഴേക്ക് പോയപ്പോൾ, നിന്നെ പരിഹസിച്ചവൻ താഴെ നിൽക്കുന്ന താഴേക്ക് പോയപ്പോ സ്തുതിച്ചവൻ ഒരിക്കലും തകർന്നില്ല. സ്തുതിച്ചവൻ ഉയർന്നതേ ഉള്ളൂ. അനുഭവിക്കുന്നവർ മാത്രം വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. യെസ് ലോർഡ്, യെസ് പരിശുദ്ധാത്മാവേ, യെസ് പരിശുദ്ധാത്മാവേ, യെസ് കർത്താവേ. ഓ ഹല്ലേലൂയ. Oh, Saul rejected God, but David was seeking God. Saul was seeking for the position, but David was seeking for the presence. ശൗല് പദവിയാണ് തേടിയത്. എവിടെ കസേരയുണ്ട്, ശൗല് പദവിയാണ് തേടിയത്. എന്നാൽ ദാവീദ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് തേടിയത്. സാന്നിധ്യത്തിൽ ഒരു പദവിയുണ്ട്. സാന്നിധ്യത്തിൽ പദവി പിടിച്ചവർക്കായി സ്തോത്രം. ആ പദവിയെ തട്ടിയെടുക്കാൻ ഒരു കള്ളനും കൊള്ളക്കാരനും ഗൂഢാലോചനയ്ക്കും മഞ്ഞപത്രങ്ങൾക്കും ഒരിക്കലും കഴിയത്തില്ല. സാന്നിധ്യത്തിൽ പദവി അനുഭവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ആ ദാവീദിനെ ദൈവം ഉയർത്തി. കാരണം സ്തോത്രം, അവന് കാട്ടിൽ കിടന്ന് ആ ചെറുക്കൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇൻ എവരി കിഡ് there is a king and in every king there is a kid. എല്ലാ ചെറുക്കന്മാരുള്ള ഒരു ചക്രവർത്തിയുണ്ട്. എല്ലാ ചക്രവർത്തിയിൽ ഓരോ ചെറുക്കന്മാരുമുണ്ട്. ഈ ചെറുക്കനെ കണ്ടപ്പോ ദൈവത്തിന് ബോധിച്ച് സ്തോത്രം. ഇന്നലെ ഞങ്ങളുടെ അഭാസിയ മീറ്റിങ്ങിന് ഭയങ്കര ചെറുക്കന്മാരായിരുന്നു. ഇന്ന് ആരും വന്നില്ല. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. മീറ്റിംഗ് പകുതി ഏതായാലും വിജയിച്ചു. സ്തോത്രം. നോക്കണം, എന്തോ ബഹളമുള്ള ചെറുക്കന്മാർ
എന്താണെന്നറിയോ? അവരെ ശപിക്കല്ലേ, അവരെ വഴക്ക് പറയില്ല. ഇന്നേല ചെറുക്കന്മാരിൽ ഒളിച്ചിരിക്കുന്ന ഓരോ ചക്രവർത്തിമാരുണ്ട്. ഇന്നത്തെ ചെറുക്കന്മാർ 10 കൊല്ലം കഴിയുമ്പോൾ, 15 കൊല്ലം കഴിയുമ്പോൾ നാളെ വലിയവരാകും. ദൈവമായ കർത്താവ് നോക്കണമേ, ഈ ദാവീദ് സ്തോത്രം എന്ന ചെറുക്കനെ കണ്ടിട്ട് കർത്താവ് അവനെ തെരഞ്ഞെടുത്തു. ഭാവി രാജാവായിട്ട്. അവന്റെ അപ്പൻ രാജാവല്ല, അവന്റെ ചേട്ടന്മാരാരും രാജാവല്ല. He don't know what are the protocols in the palace. Oh, he's don't have any inheritance as the kingdom. He don't know how to lead the God's people in a legendary manner. But one and only one thing he know, how to praise God. നിനക്ക് വേറെ ഒന്നും അറിയത്തില്ലായിരിക്കാം. സ്തോത്രം, നിനക്കൊന്നും അറിയത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, നന്മ കാണത്തില്ല. പക്ഷെ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയാമെങ്കിൽ, വേറെ ഒന്നും അറിയത്തില്ല ബ്രദർ, വിദ്യാഭ്യാസം ഇല്ല, ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, എനിക്ക് ആരാധിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, വേറെ ആര് തകർന്നാലും നീ ഒരിക്കലും തകരുന്നില്ല. മലയാളത്തിലെ നമ്പർ 1 ചാനലാണ് സ്തോത്രം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3 വർഷം മുമ്പ് ഞങ്ങളുടെ പ്രോഗ്രാം ഒരു സ്തോത്രം 1 വർഷത്തോളം അതിൽ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. എല്ലാ ഞായറാഴ്ച രാവിലെ 6:30 മണിക്ക്. അത് സൈൻ ചെയ്യാനായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഞാൻ കടന്നുപോയി. എൻ്റെ കർത്താവേ, സായിബാബയുടെ പ്രോഗ്രാം അവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. മുഴുവൻ ഹിന്ദുസാ, ക്രിസ്ത്യൻസായി, കത്തോലിക്കം പോലും അതിനകത്തില്ല. മുഴുവൻ സ്തോത്രം ഹിന്ദുസാ. അതിൻ്റെ സ്തോത്രം സൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്തോത്രം ഞാൻ ഇരുന്നു. ഇവിടെ 2-3 പേര് എന്നെ തുറിച്ചു നോക്കുന്ന പോലെ ആ മനുഷ്യൻ ഇങ്ങനെ എന്നെ തുറിച്ചു നോക്കിയിട്ട് സ്തോത്രം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പെന്തിക്കോസാണോ? ഞാൻ പറഞ്ഞാണല്ലോ. നിങ്ങൾ പെന്തിക്കോസുകാരെ ഞാൻ ചെറുപ്പം മുതലേ അറിയും. ഞാൻ ഭവ്യതയോട് ചോദിച്ചു, സാറിൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് അടൂര് തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. സ്തോത്രം, അവിടെ ധാരാളം ദൈവമക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, പണ്ടാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഹാളിൽ എത്ര പേര് ആരാധനയ്ക്കുണ്ടെന്ന് അറിയണമെങ്കിൽ ചപ്പലെണിയാ മതി. പണ്ടാണെങ്കിൽ നിങ്ങളുടെ ഹാളിൽ ആരാധനയ്ക്ക് എത്ര പേര് കയറിയെന്നറിയാൻ ചപ്പലെണിയാ മതി. ഇപ്പോൾ നിങ്ങളുടെ ഹാളിൽ എത്ര പേരുണ്ടെന്നറിയണമെങ്കിൽ പുറത്ത് കിടക്കുന്ന കാർ എണ്ണണം. മനസ്സിലായോ? പണ്ടാണെങ്കിൽ നിങ്ങളുടെ ഹാളിൽ സ്തോത്രം അതെ എത്ര പേർ ആരാധിക്കാൻ വന്നെന്നറിയണമെങ്കിൽ ചപ്പൽ എണ്ണണം. ഇപ്പോഴുണ്ടല്ലോ കാർ എണ്ണണം. അർത്ഥം ഒറ്റ വാക്കിൽ ചുരുക്കി പറയാം, ആരാധിക്കാൻ ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയിട്ട് ആരും മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയില്ല, ആരും ഭിക്ഷാപാത്രം എടുത്തില്ല. ആരാധിപ്പാൻ ഇറങ്ങിയവനെയും അവന്റെ തലമുറയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതേ ഉള്ളൂ. There will be always a generational blessing for the people, those who are worshiping the Lord in truth and in spirit. The scripture says in the time of Abraham there was a famine, and in the time of Isaac also there was a famine. In the time of Abraham there was not a harvest, but the scripture says the second generation, in the time of Isaac there was a great harvest. What the forefathers has not seen, we are going to see. What the forefathers cannot achieve, we are going to achieve, because we are the people of worshipers. On the life of worshipers there cannot be a hereditary curse, but there will be always a hereditary blessing. ആരാധിക്കുന്നവന് പാരമ്പര്യ ശാപം അടുക്കത്തില്ല. പാരമ്പര്യ ക്യാൻസർ നിനക്കില്ല, പാരമ്പര്യ കടം നിനക്കില്ല, പാരമ്പര്യ രോഗം നിനക്കില്ല, നിന്റെ അമ്മച്ചി അറുത്തുകീറി ഓപ്പറേഷൻ നിനക്കില്ല, അപ്പന് വന്ന സ്ട്രോക്ക് നിനക്കില്ല. ആരാധിക്കുന്നവന് പാരമ്പര്യ ശാപമില്ല. പകരം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സാൽമിയ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരിശുദ്ധാത്മാവ് പാരമ്പര്യ അനുഗ്രഹം അത്രേ പറയുന്നത്. കമോൺ, പാരമ്പര്യ അനുഗ്രഹം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് യോസെഫിലേക്ക് വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളെ അടിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്തേ. Page after page, chapter after chapter, books after books. Oh, in the Old Testament, 39 books, the Bible says, you know, the priest, the prophets and the king. Oh, the most successful people, everybody, they were the worshippers. Today's worshipper, tomorrow's warriors. Amen. Today's worshipper, tomorrow's warrior. But the Testament is New Testament, because the Old Testament the glory was outside, but the New Testament the glory is inside.
The better testament is New Testament. പഴയ നിയമത്തിൽ കടൽ വിഭാഗിച്ച് ഒരു രാത്രി ഒരു ഓൾ നൈറ്റ് പ്രയർ മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കടൽ വിഭാഗിച്ചാണ് പഴയ നിയമത്തിൽ നടന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ കടലിന് മുകളിലൂടെ ഭക്തൻ നടക്കുകയുണ്ടായി. ആമേൻ. പഴയ നിയമത്തിൽ ഭക്തന്റെ പ്രാർത്ഥന 21 ദിവസം മിഡയറിൽ പിശാച് തടഞ്ഞു നിർത്തി. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ ശത്രുവിന് തൊടുവാൻ കഴിയത്തില്ല. കാരണം പാമ്പുകളെയും തെളികളെയും ശത്രുവിന്റെ സകലത്തെ ചവിട്ടുവാൻ ദാനിയേലില്ലാത്ത അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. നല്ല നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിൽ മഹത്വം മലയില്, മഹത്വം കൂടാരത്തില്, മഹത്വം ആലയത്തില്. പുതിയ നിയമത്തിൽ മഹത്വം നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. Stotram. So the better worship is New Testament. Oh, look at those that are Paul and Silas. They are in the jail. Their hand and feet, that's under the shackles and the chain. Their hands and feet are in the chain, but thank God their tongue is not in the chain. Oh, hallelujah. Their tongue is not in chain. അവരുടെ കയ്യും കാലും, പൗലോസിന്റെ ശീലാസിന്റെ കയ്യും കാലും ചങ്ങലയിലായിരുന്നു. കയ്യും കാലും ചങ്ങലയിലായിരുന്നു. കയ്യും കാലും ചങ്ങലയിലായിരുന്നു. പക്ഷെ അവരെ നാവ് ചങ്ങലയിലല്ല. അവരെ നാവ് ആരേലുണ്ടോ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരേലുണ്ടോ? നിന്റെ നാവ് ചങ്ങലയില്ലെങ്കിൽ ഒരു ജയിലിനും ഭൂതങ്ങൾക്ക് സാത്താന് നിന്നെ പൂട്ടിയിടുവാൻ കഴിയത്തില്ല. നിന്റെ നാവ് ചങ്ങലയിലല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ പൊളിച്ചിട്ട് നീ പുറത്തു വരെ. If your tongue is free and if you are having a fire, tongue of fire, tongue of fire means the infilling of the Holy Spirit. If your tongue is free and which is having the tongue of the fire of the Holy Spirit, your name is a jailbreaker. You are a jailbreaker. യേശുവിന്റെ നാമത്തിൽ. ഏതിലാണോ ഇന്ന് രാത്രി നീ കിടക്കുന്നത്, ഞാൻ കിടക്കുന്നത്, നമുക്കന്ന് സ്തുതിച്ച് അതിനെ പൊളിക്കണം. ദൈവമക്കളെ, നമുക്കതിനെ സ്തുതിച്ചങ്ങ് പൊളിക്കണം. പൗലോസും ശീലാസും കിടന്നു. പക്ഷെ തീത്തോസും തീമത്യോസും പിന്നിൽ വരുന്നുണ്ട്. പൗലോസ് ശീലാസിനോട് പറഞ്ഞാണ് നമുക്കിതിനെ പൊളിക്കണം. നമ്മൾ കിടക്കുന്ന ഈ ജയിലിൽ നമ്മുടെ പിന്നാലെ വരുന്ന തലമുറ ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല. അയ്യോ, മനസ്സിലായില്ല, ഞാൻ പോവാ. സ്തോത്രം. മാതാപിതാക്കൾ കണ്ടതായ തീയും വെള്ളമുണ്ടല്ലോ, മാതാപിതാക്കൾ കടന്നു വന്നതായ പ്രതിസന്ധി ഉണ്ടല്ലോ, അതൊരിക്കലും നിന്റെ മക്കളും കൊച്ചുമക്കളും കിടക്കാൻ പാടില്ല. യേശുവിന്റെ നാമത്തിൽ വായി തുറന്ന് സ്തുതിച്ച് അതിനെ പൊളിച്ചു കളയണം. ഓപ്പണം. ശബ്ദമുയർത്തി, 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 ശബ്ദമുയർത്തി അതിനെ പൊളിച്ചു കളയണം. That financial difficulty, that family curses, that attack of the enemy, break it. Your children and your grandchildren should not catch and cut hold in this jail. Break it in Jesus' name. അതിനെ പൊളിച്ചു കളയണം, അതിനെ പൊളിച്ചു കളയണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. രണ്ടുപേരെ തൊട്ട് മുഖത്തൊക്കെ ചിരിച്ചു പറഞ്ഞേ, നിങ്ങളൊരു ജയിൽ പൊളിക്കുന്നവനാണ്. പറഞ്ഞാട്ടെ, യു ആർ എ ജയിൽ ബ്രേക്കർ. സേ വൺ അനദർ, യു ആർ എ ജയിൽ ബ്രേക്കർ ഇൻ ജീസസ് നെയിം. നീ ക്യാൻസറിന്റെയാണോ, ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന്റെയാണോ, നിന്റെ സ്പോൺസറുടെ കെട്ടാണോ, നിന്റെ അമ്മായിയപ്പന്റെ ഭീഷണിയാണോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഏത് കണിയിലാണോ സാത്താൻ നിന്നെ ഇട്ടിരിക്കുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചന ദൂതായി വിളിച്ചു പറയട്ടെ, കെണിയിൽ നിന്ന് എലി ചാടിപ്പോകുന്നത് പോലെ, കെണിയിൽ നിന്ന് എലി ചാടിപ്പോകുന്നത് പോലെ, നിന്റെ കെണിയിൽ നിന്ന് എലി ചാടിപ്പോകുന്നത് പോലെ ഇന്ന് രാത്രി മാസങ്ങളായി വർഷങ്ങളായി ചിലത് ചുരുൾക്കുറ്റിയിൽ കിടങ്ങുന്ന കറങ്ങ് പോലെ കഥക് പോലെ ദുഷ്ടൻ ഇട്ടിരിക്കുന്ന പലതിനെ ഇന്ന് രാത്രി അതിന്റെ ചുറ്റഴിച്ച് ഇതുവരെ നീ കടന്നുപോയിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ, ജംഗ്ഷനിലൂടെ, അതിന്റെ ബൈവേ അല്ല, അതിന്റെ ജയത്തിന്റെ ഹൈവേയിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുവാൻ പോകുകയാണ്. ശിവന്റെ നാമത്തില്. സ്തോത്രം. നമ്മള് ഉപദേശിമാര് പലപ്പോഴും ആൾക്കാരടുത്ത് പറയുന്ന, മക്കളെ മോനെ വാ തുറ നിനക്ക് വിടുതൽ വേണമെങ്കിൽ, അല്ലെ മോളെ വാ തുറ നിനക്ക് വിടുതൽ വേണമെങ്കിൽ. ഓ സ്തോത്രം. But the New Testament is praise. The Bible says only Paul and Silas, they praised God. But when the deliverance came, not only the praising people received the deliverance, but the hearing people also received their deliverance. Oh hallelujah. Maybe you are the only one praising in
in your home. You are the only one praising God in your family. But in the name of Jesus, when the deliverance is going to come, that is not only for you alone, but all of your household. They are going to be delivered in Jesus' name. Oh, hallelujah, hallelujah, hallelujah. കുടുംബങ്ങൾ വേർതിരിക്കുകയാണ്, കുടുംബങ്ങൾ വേർതിരിക്കുകയാണ്, കുടുംബങ്ങൾ കുടുംബത്തിലുള്ള ഒന്നിനെ പോലും പിശാചിന് വിരൽ ചൂണ്ടുവാൻ കഴിയത്തില്ല. വീട്ടിലുള്ള ഒന്നിനെ പോലും സാത്താനെ തടയാൻ പറ്റത്തില്ല. വീട്ടിലുള്ള ഒന്നിനെ പോലും പിശാചിന് അവകാശവാദം പറയാൻ കഴിയത്തില്ല. ലേവിയ ഗോത്രത്തെ മുഴുവനും എനിക്ക് വേണ്ടി വേർതിരിപ്പിനെന്ന് അരുളി ചെയ്തവനായ ദൈവം സകല കുളമ്പുകളെ കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി വേർതിരിക്കുകയാണ്. നിന്റെ മക്കൾ നിന്റെ കൂടെ കാണത്തില്ല, നിന്റെ പ്രിയപ്പെട്ടവർ അകലെയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ ഓളം ഉണ്ടല്ലോ, ഈ 4 ചുവരിനകത്ത് ഇവിടെ നിൽക്കത്തില്ല. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമായ കർത്താവ് അവരെ തൊടുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നവനുണ്ടല്ലോ, സ്തുതിക്കുന്നവന് മാത്രമല്ല വിടുതൽ. വേദപുസ്തകം പറയുന്നത് സ്തുതിച്ചത് പൗലൂസും ശീലാസും മാത്രമാണ്. പക്ഷെ വിടുതൽ വന്നപ്പോൾ പൗലൂസിനും ശീലാസിനും മാത്രമല്ല വിടുതൽ വന്നത്, സ്തുതിയുടെ ശബ്ദം, അവരുടെ സ്തുതിയുടെ ശബ്ദം കേട്ടവനും വിടുതൽ വന്നു. നിന്റെ ഫ്ലാറ്റിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ കെട്ട് കുവൈത്തിൽ അടിയുവാൻ വേണ്ടി പോകുകയാണ്. Come on, come on, come on. അയ്യോ, ശക്തിയോടെ 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 പാരമ്പര്യത്തിന്റെ കോട്ടകൾ വീഴട്ടെ, പാപത്തിന്റെ കൂടുകൾ തകരട്ടെ, അശുദ്ധിയുടെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു വീഴട്ടെ. യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ the next day morning there is no jail, only church, and the jailer become the elder of the church. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇനി നിന്റെ വീട്ടിൽ ആ ജയിൽ കാണത്തില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ തന്നെ നിന്നെ വേദനിപ്പിച്ച ഏത് മോനാണോ, ഏറ്റവും കൂടുതൽ നിന്നെ കരയിപ്പിച്ച ഏത് മോളാണോ, അവളായിരിക്കും തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാകുവാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Oh, he started from Judah. The Bible says he started with the praise. അവൻ സ്തുതിച്ചു തുടങ്ങിയതുകൊണ്ട് അവൻ ജയിച്ചു മുന്നേറി. Just before the arrest, the Bible says, after washing the feet of his disciples, the scripture says he was crossing the Kidron Valley. He was walking to Gethsemane. Even at that time, he was walking with the hymn of praise. He was walking with the hymn of praise. He knew that I'm going to be arrested, I'm going to be slaughtered, then I'm going to crucify. But he said, oh, Peter, James and John, let me sing the hymn of praise, not the song of lamentation. But he said, let me sing the hymn of praise and let me defeat the death and the grave. മലയാളിക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ പറയട്ടെ, യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നതായ സമയത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം അവൻ കിദ്രോൻ വാലിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ സ്തോത്രഗീതം പാടിപ്പോയി. അല്ലാതെ കണ്ണുനീരെന്നും മാറുമോ? നോ. കണ്ണുനീർ മാറി വേദനകൾ നോ. 5 അധ്യായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടതായിരിക്കും. ആരാണ്ട് എന്നെ തുറച്ചു നോക്കുന്നു. ബാക്കി എല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. 5 അധ്യായം വിലാപമുണ്ടെങ്കിൽ 150 അധ്യായം സങ്കീർത്തനമുണ്ട്. കേട്ടില്ല? 5 അധ്യായം വിലാപമുണ്ടെങ്കിൽ 150 അധ്യായം സങ്കീർത്തനമുണ്ട്. അതുകൊണ്ട് കർത്താവ് സ്തോത്രഗീതം പാടിയാണ് പോയത്. അവൻ സ്തോത്രം വിറയ്ക്കുന്ന പാദത്തോടെയല്ല പോയത്, ധൈര്യത്തോടെ അവൻ സ്തോത്രഗീതം പാടിയ മരണത്തിലേക്ക് പോയത്. സ്തോത്രം. അതെ, യേശുവിനെ നന്നായിട്ട് അറിയാം. ഈ മരണത്തെ ഞാൻ ജയിക്കാൻ പോവാ, ഈ ക്രൂശിനെ ഞാൻ ജയിക്കാൻ പോവാ, ഈ ഗൊൽഗൊത്തെ ഞാൻ ജയിക്കാൻ പോവാ, ഈ കല്ലറയെ ഞാൻ ജയിക്കാൻ പോവാ. അബ്രഹാം ജയിക്കാത്ത, എലിശ ജയിക്കാത്ത, ഏലിയാവ് ജയിക്കാത്ത, മോശ ജയിക്കാത്ത ഈ ജയം ഞാനിതാ ജയിക്കാൻ പോവാ. ഈ തലമുറയിൽ ദൈവസഭ പറയട്ടെ, നമുക്ക് മുൻപ് ഒത്തിരി പേർ പോയിട്ടുണ്ട്, ഒത്തിരി ദൈവദാസന്മാർ പോയിട്ടുണ്ട്. അവർക്ക് കഴിയാത്ത വലിയൊരു ജയത്തിന് വേണ്ടി കൃപയിൽ ആശ്രയിച്ച് പ്രതീക്ഷിക്കാം. കൃപയിൽ ആശ്രയിച്ച്, ദൈവ കൃപയിൽ ആശ്രയിച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ അവർ സ്തോത്രഗീതം പാടി ഒലിമലയ്ക്ക് പുറപ്പെട്ടു പോയി. അവൻ ആരംഭിച്ചത് സ്തുതിയില,
And അവസാന സെക്കൻഡ് വരെയും ആ സ്തുതി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. He began with the praise and he was finishing with the praise. Always praise brings the victory. Number 2, with this I'm going to finish. The second point, the second place that Jesus went through. Matthew 2nd chapter verse 23. The Gospel of Saint Matthew chapter 2. Yes. ഡോക്ടറെ ഒരിക്കൽ കൂടെ വായിച്ചേ. എന്നത് 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 അയ്യോ, അവിടെ വല്ല നന്മയും വരുമോ? Is any good things come from Nazareth? There will be good things in Goa. There are beautiful beaches. I preach several times. Yeah, I preach in Mapsa. I preach in Panchim. Yes, there are good things in Mumbai. Pastor, there are good. You people are very rich people, financial capital. There are good things in Mumbai. There is good things in Trivandrum. What? We are the political capital. There are good things in Kochi. There are very good things in Kochi. In every place there are some good things are there. There are temple in Jerusalem. Most of the prophecies God said, and he was prophesied about Jerusalem. There are good things in Sharon because the rose of flower is there. Oh, Sharonin pani nirpushpam. Yes, rose of Sharon is there. There are cedar trees in Lebanon. There are some specialities for some places. Oh, Lebanon le devadaru. Stotram devadaru ഉള്ളത് കൊണ്ട് ലെബാനോൻ പ്രസിദ്ധമായി. റോസാ പുഷ്പം ഉള്ളത് കൊണ്ട് ഷാരോൻ പ്രസിദ്ധമായി. പക്ഷെ നാസറേത്തിൽ നല്ലൊരു പുല്ല് പോലും ഇല്ലെന്നേ, നല്ലൊരു പുഷ്പം പോലും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇവിടെ നിന്നൊന്നും വരത്തില്ല. കാരണം കൂടുതൽ പ്രവചനമൊന്നും നാസറേത്തിനെ കുറിച്ചില്ല. നിങ്ങൾക്ക് 3 മക്കളുണ്ടെന്നിരിക്കട്ടെ, ആദ്യത്തേനെ കുറിച്ചും ഒടുക്കത്തേനെ കുറിച്ചും കർത്താവ് വരുന്ന പ്രവാചകന്മാരെല്ലാവരും തലയിൽ കൈവച്ച് പറയുക. രണ്ടാമത്തേനെ കുറിച്ച് മിണ്ടുന്നില്ല എന്നിരിക്കട്ടെ, കർത്താവ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കർത്താവ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇവനെ പണ്ടേ കർത്താവ് തഴഞ്ഞതാ എന്ന് നീ ചിന്തിക്കല്ല. ഏതോ ഒരു സർപ്രൈസിന് വേണ്ടി കർത്താവ് അതിനെ നാസ്രയത്തായി ഒരുക്കുക. ഹല്ലേലൂയ. ഓ, കർത്താവ് അത് സർപ്രൈസ് ആയിട്ടേക്കുക. കർത്താവ് സർപ്രൈസ് തരാൻ വേണ്ടി ഇട്ടേക്കുക. സ്തോത്രം. നാസറേത്തില് വലിയ ടെമ്പിളോ വലിയ പുരോഹിതന്മാരോ വലിയ പ്രവാചകന്മാരോ ഒന്നും എഴുന്നേറ്റിട്ടില്ല. മേ ബി പീപ്പിൾ ആർ സ്റ്റേറിംഗ് അറ്റ് യു ആൻഡ് ദേ ആർ saying that you are a Nazareth. There is no good things from your family. There are no good things from your life. But let me tell you, when the Lord visited you, that you are going to be the best of your family. You are going to be the best among your relatives. Somebody say hallelujah. സ്തോത്രം. 2000 വർഷങ്ങൾക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിന് അധിവസിച്ചവനായി ദൈവം വേഷത്തിന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തപ്പോൾ ചരിത്രം BC എന്നും AD എന്ന് രണ്ടായി വിഭജിച്ചു. എവിടെ? നാസ്രയത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ. ഒന്നും ഒരു നന്മയും ഇല്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ പുറം കൈ കൊണ്ട് തട്ടിമാറ്റിയിട്ടതായ നാസ്രയത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ പുതിയൊരു ചരിത്രം ഉളവായി. എങ്കിൽ ഇന്ന് രാത്രി അപ്പം തഴഞ്ഞ് അമ്മ തഴഞ്ഞ് പ്രിയപ്പെട്ടവർ തഴഞ്ഞിട്ടിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ദൈവത്തിന് ആത്മാവ് നിന്നെ നോക്കി പറയുന്നു, സൈന്യം കൊണ്ട് നടക്കാത്ത, ശക്തി കൊണ്ട് നടക്കാത്ത ഏതോ വലിയൊരു ചരിത്രം പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പുറത്തെടുക്കുവാൻ പോകുകയാണ്. വന്നപ്പോൾ the best thing came not from Durban or Tokyo or Singapore or from London or Los Angeles, but the best thing came from Nazareth. So what is the speciality of Nazareth? The Bible says, under the threat of Herod, Jesus had been raised up in Nazareth. Until the age of 30, he was under the governorship. He was under the fellowship of he was under the fellowship of Mary and Joseph. Mary and Joseph, they are the people, those who protected the Jesus. So let me tell you, the second secret is fellowship. The first secret of your success is praise and worship. And the second secret is fellowship. Mary and Joseph, or Joseph and Mary, they were protected Lord Jesus. Excuse me, all these Malayalis not opening their mouth. Let me speak to them in their mother tongue. Hallelujah. Hallelujah.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം. ഹെരോദാവിന്റെ പട്ടാളം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഓടി നടക്കുക, കൈ കാണുന്ന എല്ലാ കുട്ടികളെ അരിഞ്ഞു വീഴുക. ഞാൻ ഒരു ദൂത് പറയാം. ഏറ്റവും കൂടുതൽ അറ്റാക്ക് കണ്ട രണ്ട് ചെറുക്കന്മാര് വേദപുസ്തകത്തിലുണ്ട്. ഒന്ന് പഴയ നിയമത്തില്, മറ്റത് പുതിയ നിയമത്തില്. ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ഭൂതങ്ങൾ നരകം മുഴുവൻ വെല്ലുവിളിച്ചതാണ് മോശ. സ്തോത്രം. രണ്ടാമത് യേശു. നിന്റെ കൊച്ചിന്റെ അതേ ചരിത്രം പോലെ തന്നെ അത് തട്ടിപ്പോകുമെന്ന് പണ്ടേ ഡോക്ടർ ലേബർ റൂമിൽ വെച്ച് പറഞ്ഞതാ. അത് മെന്റലി റിട്ടാർഡഡ് ആകുമെന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാ. അത് ചെറുപ്പത്തിലെ തലതിരിയും എന്ന് നീയും വിചാരിച്ചതാ. ഞാൻ പറയട്ടെ, ചെറുപ്പത്തിൽ വേറെ ആർക്കുമില്ലാത്ത അറ്റാക്ക് നിന്റെ മകന് നിന്റെ മോൾക്കുണ്ടെങ്കിൽ, മോശ പഴയ നിയമത്തിൽ വലിയവനായെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു ലോക രക്ഷനായെങ്കിൽ, അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി അറ്റാക്ക് നിന്റെ കുട്ടിക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എന്നെ അയച്ചു പറയുന്നു, ആ കുഞ്ഞിനുമേൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിഷേകം സ്വർഗം നൽകി ലോകരാജ്യങ്ങളെ ഇളക്കാൻ പോകുന്നത് ഇനി കാണുവാൻ പോകുകയാണ്. മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് എന്നെ വിടുന്നില്ല. Come on, people. ശക്തിയോടെ നന്ദി പറ. നിന്റെ കുടുംബത്തിന്റെ പേര് നിലനിർത്തുന്നത് ആ കുടുംബത്തിലുള്ള IAS-കാരോ ഡോക്ടറോ എഞ്ചിനീയറോ അല്ല. എക്സ്ട്രാ ഓർഡിനറി അറ്റാക്ക്, അതിഭീകരമായ ആക്രമണം ശരീരത്തിനും മനസ്സിനും ആ കുട്ടിക്ക് നേരെ ഉണ്ടായെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നത് PhD കൊടുത്തല്ല, ദിനാറും ഡോളറും കൊടുത്തിട്ടല്ല, പകരം ആ കുഞ്ഞിന്റെ മേൽ ദൈവം പകരുന്ന വലിയൊരു അഭിഷേകമുണ്ട്. ഹൃദയ കണ്ണുകൾ തുറക്കട്ടെ. ഹൃദയ കണ്ണുകൾ തുറന്നൊന്ന് കണ്ടേ. ആ കുഞ്ഞിന്റെ അവസ്ഥ മാറുകയാണ്. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും മാറുകയാണ്. ആ കുട്ടിയുടെ സ്വഭാവം മാറുകയാണ്. നിന്റെ നേച്ചറല്ല, നിന്റെ കുടുംബത്തിന്റെ നേച്ചറല്ല, സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡ്, heavenly standard is going to manifest through your boys and your girls. And they already went through extraordinary attack. Here the Holy Spirit is prophesying. They are going to carry the extra levels of glory, extra levels of ministry. മാർത്തയും മറിയം പറഞ്ഞു, മറിയം യോസഫും പറഞ്ഞു, ഈ അച്ഛൻ എന്തിനാ മാർത്തയും മറിയം പറഞ്ഞത്? എന്നെ കൂടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ഐ ലവ് യു, നോ പ്രോബ്ലം. മാർത്തയും സ്തോത്രം. മറിയയും യോസഫും പറഞ്ഞു, ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, ഇത് വിണ്ണിൽ നിന്നുള്ള കുട്ടിയാ, ഇത് മണ്ണിൽ നിന്നുള്ള കുട്ടിയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള ദൈവമക്കളെ നോക്കി പറയട്ടെ, നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ഒരു അഭിഷേകമുണ്ട്. അത് പൈസ കൊടുത്ത കിട്ടത്തില്ല, അത് വോട്ട് പിടിച്ച കിട്ടത്തില്ല, അത് അമേരിക്കൻ മലയാളി പെന്തിക്കോസ്ത് മുതലാളിമാര് വിചാരിച്ച തട്ടിക്കളയാനും പറ്റത്തില്ല. രണ്ടുപേരെ തൊട്ട് മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, ഇതിനെ നമ്മൾ സംരക്ഷിക്കണം. പറഞ്ഞാട്ടെ, ഇതിനെ നമ്മൾ സംരക്ഷിക്കണം. You have to take care of your anointing. You have to take care of your anointing. Like Mary and Joseph took care of baby Jesus, you have to take care of your anointing. എന്റെ ജീവൻ പോയാലും എന്റെ അഭിഷേകം പോകല്ല. മനസ്സിലായില്ല? നിന്റെ ജീവൻ പോയാലും താഴ്വരയിൽ തകർന്നു പോകല്ല, പർവ്വതത്തിൽ വെച്ച് എടുത്തുകൊള്ളപ്പെടണം. Thank God for the
right fellowship. Mary and Joseph, they were taking care of this baby. സന്തോഷപ്രഭു 2 മിനിറ്റ് എൻ്റെ അവിടെ നിൽക്കും, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കട്ടെ. താങ്ക് യു. സ്തോത്രം. ഈ ഫെലോഷിപ്പ് ഇല്ലാതെ, വിതൗട്ട് ഹാവിംഗ് ഫെലോഷിപ്പ് യു കനോട്ട് ഗ്രോ. ദാറ്റ് ഫെലോഷിപ്പ്, in the fellowship always there is leadership. വേണ്ട കിടക്കുന്നു. There are so many Cherkan preachers. There are so many young preachers. Most of the time they are roaming around like orphan children. They don't have any father. That's why they cannot penetrate, they cannot grow after some level. But the Bible says, if there is Abraham, there is a Melchizedek. If there is Moses, there will be a Jethro. If there is Elisha, there will be an Elijah. If there is a Timothy, there will be a Paul. If there is a Titus, there will be a Paul. You are not saying praise the Lord. Even if there is Lord Jesus, there will be John the Baptist. വേദപുസ്തകം ലീഡർഷിപ്പിന്റെ പുസ്തകം. Without having the leadership and fellowship, you cannot grow. You know black pepper, black pepper, black pepper. You know black pepper? We Malayalis are having black pepper. You know jasmine flower, jasmine flower. അതിന്റെ പേര് ഈ വള്ളിച്ചെടികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ കാര്യമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? സ്തോത്രം. കുരുമുളക്, അതുപോലെ സ്തോത്രം എന്തോ മുല്ലച്ചെടി, മുല്ല അറിയാമോ? മുല്ല. ഓക്കെ. ഇതെല്ലാം വളരണമെങ്കിൽ, ഇത് പൂക്കണമെങ്കിൽ, ഇത് കായ്ക്കണമെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആവശ്യമാണ്. ഇറ്റ് നീഡഡ് എ സപ്പോർട്ട്. ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വളരാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും എനിക്ക് വലിയ അഭിഷേകമുണ്ട്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, 40 ദിവസം 2 വട്ടം ഉപവസിക്കും, 21 3 ഇരിക്കും. പക്ഷേ സ്തോത്രം, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര മഴ നിർത്തിയാലും, എത്ര മഴ പെയ്യിപ്പിച്ചാലും, എത്ര തീ ഇറക്കിയാലും, എത്ര രഥങ്ങൾക്ക് മുന്നിൽ ഓടിയാലും, 7000 പേരുടെ ഫെലോഷിപ്പ് വിട്ടിട്ട് ഞാൻ ഒരുത്തൻ മാത്രം കർത്താവേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിക്കേണ്ട ഗതികേട് വരും. ഇപ്പൊ മതി യഹോവേ, എന്റെ ജീവനെ എടുക്കണമേ. ആമേൻ. Elijah was a single man, an independent man. Let me tell you, brothers and sisters, we are not independent, we are interdependent. Hallelujah. Something that I don't have, let me humble myself. Something that I don't have, Rajan, you are having that. Something I don't have, you have that. When we are coming together, we have the fullness of Christ. Touch 2 people and say, I need you. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, എനിക്ക് നിന്നെ വേണമെന്ന് പറ. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ വേണമെന്ന് പറ. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ഫെലോഷിപ്പ് ഇനി വരേണ്ടി വരും. ചിന്തിരുന്നു കേട്ടോ. സ്തോത്രം. അതെ, ഫെലോഷിപ്പ്. വിത്തൗട്ട് ഹാവിംഗ് ദ ഫെലോഷിപ്പ് you cannot reach your destiny. The Bible says, Bible is the book of fellowship, Father, Son and the Holy Spirit. The Bible is the book of fellowship again. Old Testament and New Testament is the book of fellowship. കൂട്ടായ്മ. എല്ലാവരും പറഞ്ഞിട്ട് വായി തുറന്ന് കൂട്ടായ്മ. ഈ കൂട്ടായ്മ, the fellowship always manifests in your life, not in the time of gladness, but in the time of sorrow. The scripture says there was some paralysis man. In the time of his gladness, there may be hundreds and hundreds of people, but one day he became totally paralyzed. 4 people came. They brought him to Jesus. That is what the actual fellowship will do in your life. The fellowship always will brought you to Jesus. നിന്റെ നല്ല കാലത്ത് കൂടി ഇരുന്ന് കൈയടിക്കുന്നതല്ല ഫെലോഷിപ്പ്. നീ 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കുമ്പോ ഹോശന്ന പാടുന്നതല്ല ഫെലോഷിപ്പ്. നീ ഗദശമനയിൽ കിടന്ന് പിടയുമ്പോൾ, നീ ഗദശമനയിൽ വേദനയിൽ കിടന്ന് പിടയുമ്പോ, നിന്റെ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോ, നിന്റെ ജീവിതത്തിൽ ഒരു തീയിലൂടെ വെള്ളത്തിലൂടെ നീ പോകുമ്പോ, അപ്പോ ഒരു മിസ്കാളെങ്കിലും തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് ഫെലോഷിപ്പ്. നീ തളരുമ്പോ കുഴിച്ചുമൂടാൻ വരുന്നതല്ല ഫെലോഷിപ്പ്. ഒരുത്തൻ തളർന്നപ്പോ 4 പേര് വരികയാണേ. 4 പേര് ശവപ്പെട്ടിയുടെ അളവെടുക്കാനല്ല വരുന്നേ. 4 പേര്.
അവരെ കുറിച്ച് അവരാരൊക്കെയെന്ന് പിന്നെ പറഞ്ഞുതരാം, അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. സ്തോത്രം. 4 പേര് വരിക. ഇവര് ഭയങ്കര ദാഹമുള്ളവരങ്ങളെ, അതുകൊണ്ടാണ് ഈ ലോക്ക് ചെയ്ത ഈ റൂമിനകത്ത് ദാഹമുള്ളവർ വന്നാൽ അതെ റെവലേഷന്റെ ഉറവകളാ തുറക്കുന്നത്. ഓ ദൈവജനത്തിനായി സ്തോത്രം. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. നിങ്ങൾക്ക് BMW മെഴ്സിഡസ് ബെൻസ് ഒന്നും കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് യേശു ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നോക്കണമേ, 4 പേർ വരിക. 4 പേർ അവനെ കുഴിച്ചു മൂടാനല്ല വന്നത്. ആ 4 പേർ ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാരല്ല. അവർ വന്നിട്ട് പറഞ്ഞു, എടാ തളർന്നു പോയോ? ഡോണ്ട് വറി, യു പാരാലിസിസ്, നോ പ്രോബ്ലം, നെക്സ്റ്റ് വില്ലേജ് ജീസസ് ഈസ് ദേർ. നീ സാരമില്ലടാ, അപ്പുറത്ത് യേശുണ്ട്, അപ്പുറത്തെ വില്ലേജിൽ യേശുണ്ട്, അങ്ങോട്ട് നിന്നെ എത്തിക്കാണ് ഞങ്ങൾ വന്നേ. യേശു ഉള്ളിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ് ഫെലോഷിപ്പ്. അവർ ചുമക്കുകയാണ്. യേശു ഉള്ളിടത്തേക്ക് നിന്നെ കൊണ്ടുപോവാ. അവിടെ ചെന്നപ്പോ ഭയങ്കര ജനക്കൂട്ടം. എന്റെ കർത്താവേ, ഭയങ്കര ജനക്കൂട്ടം. There was no room. Even at the door there was full of people. And they said, no problem, we will make a way for you. They will make a way for you. നിനക്ക് വേണ്ടി ഉള്ള വഴിയും വാതിലും അടയ്ക്കുന്നവനല്ല ഫെലോഷിപ്പ്. ഇല്ലാത്ത വഴിയും വാതിലും നിനക്ക് വേണ്ടി തുറക്കുന്നവനാ ഫെലോഷിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചാ, അതിനെ ഈ കൂര പൊളിച്ച ഒത്തിരി പൈസ പോകത്തില്ലേ? There will be a lot of financial crisis or financial problem will be there, because already you are tearing down the roof. And they said, we loved you, not your purse. അപ്പൊ ചേച്ചാ, ഈ കൂര പൊളിക്കുന്ന ഭയങ്കര ചെലവുള്ള പരിപാടിയല്ലേ എന്ന് പറയുമ്പോ അവര് പറയും, നിന്റെ പേഴ്സിനെയല്ല ഞങ്ങൾ സ്നേഹിച്ചത്, നിന്നെയാണ് സ്നേഹിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. യേശു ഉള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഫെലോഷിപ്പ്. സ്തോത്രം. അതെ, ഇല്ലാത്ത വഴിയെ നിനക്ക് വേണ്ടി തുറക്കുന്നതാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. പിന്നെയോ, നിന്റെ പേഴ്സിനെ സ്നേഹിക്കാതെ, നിന്റെ ഡിഗ്രിയെ സ്നേഹിക്കാതെ, നിന്റെ ശുശ്രൂഷയെ സ്നേഹിക്കാതെ, നിന്റെ ജോലിയെ സ്നേഹിക്കാതെ, നിന്റെ കാലിബിലിറ്റിയെ സ്നേഹിക്കാതെ, നിന്റെ കപ്പാസിറ്റിയെ സ്നേഹിക്കാതെ നിന്നെ സ്നേഹിക്കുന്നവനാണ് നിന്റെ യഥാർത്ഥ കൂട്ടായ്മ. അവരെങ്ങനെ പറഞ്ഞിട്ട് കയറെടുക്കുക കേട്ടോ, കയറെടുത്തപ്പോ മലയാളിയാകുന്ന എനിക്ക് തോന്നി ഇവന്റെ കഴുത്തിൽ കെട്ടാനായിരിക്കും ഈ കയറെടുക്കുന്നത്. കാരണം മിക്കവാറും പേർക്കുള്ളതായ മിനിസ്ട്രി എന്ന് പറയുന്നത് www.execution.org. പലരെയും തൂക്കി നോക്കി കുറവുള്ളവനായി കൊന്നുകളയുന്ന ശുശ്രൂഷയാണ് പലർക്കുള്ളത്. ഉള്ള കാര്യമല്ല അച്ഛാ പറയുന്നത്. എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? സ്തോത്രം. അതെ, പലരെയും തൂക്കി നോക്കി കുറവുള്ളവനായി തട്ടിക്കളയുന്ന ശുശ്രൂഷയാണുള്ളത്. ഞാൻ വിചാരിച്ച ഈ 4 യവനെ തൂക്കുമെന്നാ വിചാരിച്ച. പക്ഷേ അവന്റെ കഴുത്തിലല്ല കെട്ടിയത് ദൈവമക്കളെ, അവൻ കിടന്ന വിഷയത്തിൽ കെട്ടി. ആ വിഷയത്തിൽ ചിലരെ വിഷയം പറയാൻ പറ്റത്തില്ല. ചിലരെ വിഷയം പറഞ്ഞാൽ ഖലീജ് ടൈംസ്, ഇവിടെ അതാണോ ഖലീജ് ടൈംസ് ആണോ ഇവിടെ ഉള്ളത്? സ്തോത്രം. ഇവിടെ ഉള്ള എന്തോ പരിപാടിയാ? കുവൈറ്റ് ടൈംസിന്റെ ഫ്രണ്ട് പേജിലായിരിക്കും അടുത്ത സർവീസിന് മുമ്പ് പരസ്യമാകുന്നത്. പക്ഷെ ഈ 4 പേർ ഫെലോഷിപ്പ് ആ വിഷയത്തിൽ കെട്ടി നാട്ടിൽ പാട്ടാക്കത്തില്ല. അവർ യേശുവിന്റെ പാദത്തിലേക്ക് ഇറക്കി വെച്ച് എണീപ്പിക്കുന്നതത്രേ ഫെലോഷിപ്പ്. In times of problem, the Bible says again, when Saul started his ministry, the scripture says, when Saul, the apostle, when he started the ministry, the Bible says the entire city wanted to kill him. But thank God for the rope holders. Because of the rope holders, we got a Paul. Hallelujah. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, കയറ് പിടിക്കുന്നവനായിരിക്കും. പറഞ്ഞാട്ടെ, എന്റെ കയറ് പിടിക്കുന്നവനായിരിക്കും. പലരും തൊട്ടില്ല, പേടിച്ചിട്ടാണ്. കഴുത്തിലാണോ എന്നറിയത്തില്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലനുണ്ടല്ലോ, ശൗൽ രക്ഷിക്കപ്പെട്ടു, ശുശ്രൂഷ തുടങ്ങി. ഒരിക്കൽ കൂടെ ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ പ്രശ്നം ഉണ്ടായി. സന്തോഷപ്രദനെ, തുടക്കത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, വലിയ ഭാവിയുണ്ട്. ഒരിക്കൽ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, 52 വർഷമായി മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞു, തന്റെ അഭിഷേകത്തിന് എന്തോ പ്രശ്നമുണ്ട്. റൈറ്റ് അഭിഷേകമായി മുന്നോട്ട് പോകുന്നെങ്കിൽ ഉള്ള കരടിയും വരും, സിംഹവും വരും. വരുന്നതിന് എല്ലാത്തിനെയും നമ്മൾ കീറിയും കളയും.
ആ സ്തോത്രം. ശുശ്രൂഷ തുടങ്ങി, ഇതാ പ്രശ്നവും തുടങ്ങി. തുടക്കത്തിൽ തിരമാലയുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവം തന്നെ വിളിച്ചിറക്കിയിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്കല്ല, കടലിലേക്കാണ് ദൈവം ഇറക്കിയിരിക്കുന്നത്. സ്തോത്രം. ഷൗൽ ഇതാ പ്രശ്നം. ശുശ്രൂഷ തുടങ്ങിയപ്പോൾ സിറ്റി മുഴുവൻ അവനെ കൊല്ലണം. അവിടെ ചില ശിഷ്യന്മാർ വന്നു. ശിഷ്യന്മാർ ആരാണ്? ശബ്ദം ഉയർത്തി പറയണം. ശിഷ്യന്മാർ. ഒത്തിരി വിശ്വാസികൾ സഭയിലുണ്ട്, നിറയെ വിശ്വാസികൾ. എത്ര വിശ്വാസികൾ നിങ്ങളുടെ സഭയിലുണ്ട്? 400, 500, 600, 1500, 10,000, 20,000, ഒത്തിരി വിശ്വാസികളുണ്ട്. ഇനി നമുക്ക് ആ ചോദ്യം മാറ്റി പുതിയ സിലബസ് അനുസരിച്ച് ഇങ്ങനെ ചോദിക്കാം, എത്ര ശിഷ്യന്മാരുണ്ട്? എത്ര ശിഷ്യന്മാർ നിങ്ങളുടെ ചർച്ച? സ്നാനപ്പെടുത്തി വിശ്വാസിയാക്കാനല്ല, സ്നാനപ്പെടുത്തി ശിഷ്യനാക്കാനാ. ശിഷ്യന്റെ സ്വഭാവം കുടുംബ സ്വഭാവമല്ല, അപ്പന്റെ സ്വഭാവമല്ല, ടീച്ചറിന്റെ സ്വഭാവമല്ല, ബൈബിൾ സ്കൂളിന്റെ സ്വഭാവമല്ല. ശിഷ്യന്റെ സ്വഭാവം. പാറാതയ മക്കളെ, സ്വർഗത്തിൽ അപ്പന്റെ സ്വഭാവം അത്രേ ശിഷ്യന്മാർക്കുള്ളത്. ശിഷ്യന്മാർ. താങ്ക് ഗോഡ്. കുവൈറ്റിൽ ശിഷ്യന്മാർ എഴുന്നേൽക്കട്ടെ, ശിഷ്യന്മാർ ചലിക്കട്ടെ, ശിഷ്യന്മാർ ശുശ്രൂഷിക്കട്ടെ, ശിഷ്യന്മാർ പ്രവർത്തിക്കട്ടെ. ശിഷ്യന്മാർ എഴുന്നേറ്റ് സ്തോത്രം പൗലോസിനെ ഒരു കൂടയിൽ വെച്ചു. പൗലോസ് ഒരു ഷോർട്ട് മാനാ, സ്തോത്രം, കഷണ്ടിയുള്ളവനാ, അല്പം കൂനമുള്ളവനാ. സ്തോത്രം. ആ കൂടയിൽ വെച്ചു. എന്നിട്ട് ആ ശിഷ്യന്മാർ കയറ് പിടിക്കാൻ തുടങ്ങി. ഞാനാണെ പറഞ്ഞേനെ, അച്ഛാ ചതിക്കല്ലേ, സൂക്ഷിച്ചു പിടിച്ചോളണേ, പകുതി വഴിയിലിടല്ലേ, പകുതി വഴിയിലിടല്ലേ. പകുതി വഴിയിലിട്ടാൽ പഴയ നിയമത്തിലെ സ്തോത്രം, അതെ, യോനാഥാന്റെ മോനുണ്ടല്ലോ മെഫീബോശേത്ത്, അതുപോലെ ഇഴഞ്ഞു പോകും. ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ തൊട്ട് ഈ മൈക്കും വെച്ചിട്ട് ഞാൻ ഇറങ്ങി ചില ആന്റിമാരെ, ചില സഹോദരിമാരെ, ചില സഹോദരന്മാരെ, ചില അങ്കിൾമാരെ തലയെ തൊട്ട് എനിക്ക് പറവാൻ തക്കണ കഴിയും. ചിലതിൻ്റെ കയറുകളെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങളുടെ കയറുകള്, ചില ദൈവദാസന്മാരുടെ കയറുകള്, ചില വ്യക്തികളുടെ കയറുകള് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിട്ടുകളയല്ലേ, വിട്ടുകളയല്ലേ. വിട്ടാൽ 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 അയ്യോ അതെല്ലാം തകർന്നു പോകും. ഓ, മുറുക്ക പിടിച്ചോ. ഇന്ന് രാത്രി ആരോ പറയുന്നു, ആരോ എന്നെ വിട്ടതുകൊണ്ട് ബ്രദർ ഞാൻ ഓടേണ്ടവനായിരുന്നു, ഞാൻ ഇഴയുന്നു. ഇന്ന് രാത്രി ഈ ഹാളിൽ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിമിത്തം പേടമാനിന് തത്തുല്യമായിട്ടുള്ള ഒരു കാല് നിനക്ക് നൽകി ദൈവം നിന്നെ സ്തോത്രം നടത്തുവാൻ പോകുകയാണ്. 5 മിനിറ്റ് കൂടെ എനിക്ക് തരുമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. Oh, for the fellowship, the Bible says, let me tell you one more thing. സ്വർഗത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, അന്ന് സ്തോത്രം ആ കൂടയിൽ ഇരുന്നതായ പൗലോസ് ഉണ്ടല്ലോ, അവൻ കയറ് പൊട്ടി താഴെ വീണില്ല. പകുതി വഴിയിൽ വെച്ച് സ്തോത്രം അദ്ദേഹം താഴെ പോയില്ല, താഴെ വന്നു. ആ കൂടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 14 വർഷം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വരിക. 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പഴയ ശൗലല്ല. എന്റെ ദൈവമേ, അരേ ബാപ്പരേക്ക് ഇത്ര സുന്ദരിക, എത്ര ഭയങ്കരമായി താൻ വളർന്നിരിക്കുന്നു. After 14 years from the basket, when Saint Paul, when he returned, he became one of the greatest apostle. He became the second greatest hero of New Testament. When he was walking through the streets, the demons are trembling. When he was preaching, the king are scared. Oh, when he was writing the epistle that will last for the blast of the trumpet, hallelujah, he became the greatest apostle. When you are getting to the heaven, oh, after receiving the reward, you will ask the angel, hey, where is angel Gabriel? Where is Paul? Where is Paul? The angel will tell you, oh, I will show you Paul. But before that, you have to say, thank you for the people, those who were rope holded that day. മനസ്സിലായില്ല. സ്വർഗത്തിൽ ചെന്ന് കൊട്ടക്കണക്കിന് പ്രതിഫലം വാങ്ങി നമ്മൾ നടക്കുമ്പോ സ്തോത്രം, നമ്മൾ ദൂതനോട് ചോദിക്കാം, ദൂതനെ നമ്മുടെ സ്തോത്രം, അതെ പൗലൂസ് എന്ത് എന്ന് ചോദിക്കുമ്പോ പൗലൂസ് പറയും, പൗലൂസിനെ കാണിച്ചു തരാം സ്തോത്രം. പക്ഷെ അതിനു മുമ്പ് പൗലൂസ് ഇരുന്ന കൂടയിൽ കയറ് പിടിച്ച ചിലരുണ്ട്. പൗലൂസ് ഇരുന്ന കൂടയിൽ കയറ് പിടിച്ച എത്ര പേരെന്ന് എനിക്കറിയില്ല ആന്റിയെ, 12 ആണോ 8 ആണോ 7 ആണോ 6 ആണോ, ഐ ഡോണ്ട് നോ. അവർക്ക് താങ്ക്സ് പറയണം. അവർക്ക് താങ്ക്സ് പറഞ്ഞത് കൊണ്ടാണ് സഭയ്ക്ക് നല്ലൊരു അപ്പോസ്തലനായ
പൗലൂസിനെ കിട്ടിയത്. ഇന്ന് രാത്രി നീ ആണെങ്കിലും ഞാനാണെങ്കിലും ഇത്രത്തോളം എത്തിയെങ്കിൽ ആരോ കയറ് പിടിച്ചത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ കയറ് പിടിക്കുന്നവരായിരിക്കെ. For the fellowship, let me conclude with this within 2 minutes. For the fellowship, the best example is Lord Jesus Christ. Oh, there are two kinds of fellowship that you can see, like a cross, vertical and horizontal. Fellowship with man and fellowship with man and fellowship with God. Let me tell you in this way, fellowship with God and fellowship with God's people. Like a cross. കൂട്ടായ്മയ്ക്ക് ഏറ്റവും എക്സാമ്പിൾ കർത്താവ് യേശുവാണ്. കൂട്ടായ്മയ്ക്ക് രണ്ട് വശമുണ്ട്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മ. ജാതിയുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവമില്ലാത്തവനായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞില്ല. കർത്താവ് ഇല്ലാത്തവനുമായി ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞില്ല. കർത്താവ് ഇല്ലാത്തവനുമായി വാട്സപ്പ് ഞാൻ പറഞ്ഞില്ല. ഭൂതത്തെ ചുമന്ന് നടക്കുന്നതുമായിട്ടുള്ള വൈബർ ഞാൻ പറഞ്ഞില്ല. ഒന്ന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, രണ്ട് ദൈവ മക്കളുമായുള്ള കൂട്ടായ്മ. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, വേറെ ഒന്നും നമുക്ക് വേണ്ട. ഒന്ന് പറഞ്ഞോട്ടെ, വേറെ ഒന്നും നമുക്ക് വേണ്ട. Oh, we don't want any other fellowship in Facebook or WhatsApp. You need the fellowship with God and God's people only. അന്ന് ദൈവമായി പിതാവായ ദൈവത്തോട് മാത്രം അവന് കൂട്ടായ്മ. രണ്ട്, അവനുണ്ടായിരുന്ന കൂട്ടായ്മ, അവൻ നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. രണ്ടടക്കുന്ന പോയി. യേശുവിന്റെ വിവേചനത്തിനായി സ്തോത്രം. ഒന്നേ നിനക്ക് വിവേചനം കാണും, ഇല്ലെങ്കിൽ നിനക്ക് വിവരക്കേട് കാണും. യേശു നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. ചർച്ചിന്റെ വെളിയിൽ നിർത്തേണ്ടവനെ വെളിയിൽ നിർത്ത്. ചർച്ചിനകത്ത് കൊണ്ടുവരേണ്ടവനെ അകത്ത് കൊണ്ടുപോവാ. മുന്നിലിരുത്തേണ്ടവനെ മാത്രം മുന്നിരുത്ത്. കൊയറിക്കേണ്ടവനെ മാത്രം കൊയറിക്കേറ്റ്. വീട്ടിൽ കൊണ്ടുവേണ്ട മാത്രം വീട്ടിൽ കൊണ്ടുപോ. ചായ കൊടുക്കേണ്ടവന് ചായ മാത്രം കൊടുക്ക്. ഭക്ഷണം കൊടുക്കേണ്ടവന് ഭക്ഷണം കൊടുക്ക്. സ്തോത്രം. അതേ, വീട്ടിൽ ഉറക്കേണ്ടവനെ മാത്രം വീട്ടിൽ നിർത്ത്. കാരണം യേശു കർത്താവ് അങ്ങനെ ചെയ്തു. സ്തോത്രം. കൊണ്ടുവേണ്ടവനെ മാത്രം മലയെ കൊണ്ടുപോയി ബാക്കിയുള്ളവനെ താഴെ നിർത്തി. There was a great multitude going after meeting. Why? For bread and miracle. The people, those who are soaking, the people, those who are coming to our service for bread and miracle, for the material blessing and for healing, they are not the church, they are the multitude. Oh, don't shovel the multitude. Don't accuse the multitude, because today's multitude, they will become the church tomorrow. ആമേൻ. സ്തോത്രം. അപ്പത്തെയും അത്ഭുതത്തെയും തേടി വരുന്നത് സഭയല്ല, ജനമാണ്, പുരുഷാരമാണ്. പുരുഷാരത്തെ കുറ്റം പറയല്. ഓ, അവിടെ ഒത്തിരി പുരുഷാരം കൂടുന്നു എന്ന് കുറ്റം പറയുന്നത് അസൂയയാണ്. അസൂയയിലാണ് അവൻ പ്രസംഗിക്കുന്നത്. അസൂയയുടെ ആത്മാവ് ജനത്തെ വിടിവിക്കുന്നില്ല. കാരണം ഇന്നത്തെ പുരുഷാരമാണ് നാളത്തെ സഭ. ഓ, നമുക്ക് മലയാളിക്കൊരു അതേ ചിത്രമുണ്ട്. 40 അടി നീളം, 20 അടി വീതി. നിനക്കാർക്ക് മനസ്സിലായില്ല, ഞാൻ പോവാ. സ്തോത്രം. ഇത്രേ വളരെ. ഞാൻ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നേ. ആഫ്രിക്കയില് റെഡീം ചർച്ചിന്റെ ഹോളി ഗോസ്റ്റ് ഫെസ്റ്റിവൽ എന്നോ മറ്റോ പറയുന്ന ഒരു സർവീസിന്റെ ഒരു മീറ്റിംഗിന്റെ ഗ്രൗണ്ടിൽ ഞാൻ പോയി. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. വ്യാഴാഴ്ച ഞാൻ പോയിക്കൊണ്ടു. പിറ്റേ ദിവസം തലേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ്. ആ ഗ്രൗണ്ട് കണ്ടപ്പോണ്ടല്ലോ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ അത്രയുണ്ട്. 1.5 കിലോമീറ്റർ നീളം, 1/2 കിലോമീറ്റർ വീതി. അതിന് മുഴുവൻ കൂര ഇട്ടിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കൻ പാസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഹൗ മെനി പീപ്പിൾ യു ആർ എക്സ്പെക്ടിങ് ടുമോറോ ബൈ ദ സെയിം ടൈം? നാളെ എത്ര പേരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അവർ പറഞ്ഞു, കഴിഞ്ഞ മീറ്റിംഗിന് 70 ലക്ഷം പേരാ കൂടിയത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ. സ്തോത്രം. റെഡീം ചർച്ച് ഹോളി ഗോസ്റ്റ് ഫെസ്റ്റിവൽ 70 lakhs. ഏറ്റവും വലിയ ജനക്കൂട്ടം മക്കളെ മക്കയിലല്ല, മദീനയിലല്ല. ഏറ്റവും വലിയ ജനക്കൂട്ടം ശബരിമലയിലല്ല. ഏറ്റവും വലിയ ജനക്കൂട്ടം സ്തോത്രം അതെ കുംഭമേളയ്ക്കല്ല. ഈ തലമുറയിലും ഏറ്റവും വലിയ ജനക്കൂട്ടം മഹത്വത്തിന്റെ സുവിശേഷം പറയുന്നിടത്താണ്. നമുക്ക് ജനം വേണം. യെസ്, നമുക്ക് ജനം വേണം. ട്രിവാൻഡ്രത്തെ, കോട്ടയത്തെ, കൊല്ലത്തെ, ആലപ്പുഴയുടെ സ്തോത്രം, കന്യാകുമാരി, ഗോവ, ഓ ഡാം ആൻഡ് ഡ്യൂ, ഓ and Mumbai, Delhi, Calcutta. We need people, and let me prophesy over Indians. We are going to stand before millions in this era, in this generation. Oh God, we need people. Somebody say hallelujah. From that multitude he separated 120. They had the infilling of the Holy Spirit.
ജനത്തിന് അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. 120 പേർക്ക് പരിശുദ്ധാത്മാവുണ്ട്, അല്ലെങ്കിൽ അന്യഭാഷയുണ്ട്. 120 മറുരൂമലയ്ക്ക് വേണ്ടി, സ്തോത്രം, അപ്പർ റൂമിന് വേണ്ടി കർത്താവ് ഒരുക്കിയില്ലേ? മാളിക മുറിക്ക് വേണ്ടി ഒരുക്കിയില്ലേ? മാളിക മുറിയിലിരുന്നവൻ അപ്പമല്ല, അത്ഭുതമല്ല, അവന് ആത്മാവുണ്ടായിരുന്നു. 120, they had the Spirit of God. From 120 there was another 70. Another 70. യേശുവിനോട് അടുക്കുന്തോറും ഉള്ളത് പോവുകയല്ല, ഉള്ളത് ചോരുകയല്ല. യേശുവിനോട് അടുക്കുന്തോറും ഇല്ലാത്തത് കൂടുകയാണ്. ഇന്ന് രാത്രി അടുക്കട്ടെ, ഇന്ന് രാത്രി അടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടുക്കട്ടെ. വേദപുസ്തകം പറയുന്നു 70, he selected another 70. They had the power to cast out demons and to heal the sick. They had the power of God. 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ ശക്തി ഉണ്ടായിരുന്നു. 120 അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. സ്തോത്രം. അതെ, പുരുഷാരത്തിന് അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. പുരുഷാരത്തിന് അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. 120 ആത്മാവുണ്ട്. 70 പേർക്ക് ആത്മാവിന്റെ ശക്തിയുണ്ട്. From 70 he selected another 12. They had the word of God. And Peter said, you have the words of eternal life. From we cannot leave here. ആ 12 പേരെ നോക്ക്. 70 നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. ആ 12 പേർക്ക് ദൈവവചനമുണ്ട്. ബാക്കി എല്ലാവരും പോയിട്ട് അവർ പറയുന്നു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? കേട്ടവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. സോ പുരുഷാരം, അപ്പം, അത്ഭുതം. 70 പേർ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം. Then 12 പേർ അവർക്ക് വചനം. Then from the 12, speak to me. From 12, 3, Peter, James and John, mountain climbing. They had the glory. മറുരൂപമല കണ്ടിട്ടുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തു. രാജ്യം പോയിട്ടുണ്ട്, എനിക്കറിയാം. മറുരൂപമല അനുഭവത്തില്ലേ? സ്തോത്രം. അയ്യോ, ചെന്ന് കാണണം കേട്ടോ, ചെന്ന് കാണാം. നിങ്ങൾ കണ്ടാലും ആയിരങ്ങൾക്ക് അനുഗ്രഹം, ഒത്തിരി പേർക്ക് അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. സോ ആ മറുരൂപമലയുടെ താഴ്വര, അത് കേൾക്കാൻ തുക്കായി കിടക്കുന്ന ഒരു സ്ഥലം. ഇറ്റ്സ് വെരി സ്റ്റീപ്പ് ദാറ്റ് മൗണ്ടൻ. 9 പേര് അവൻ താഴെ നിർത്തി. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തോത്രം കാറ്റുകൊണ്ടോ? പീറ്ററെ, പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, വാ നമുക്ക് ഈ മല കയറാം, വാ മല കയറാം. ഞാനാണ് ചോദിച്ചാൽ എനിക്ക് ധാവേ വേറെ ആർക്കും ഇല്ലാത്ത മല കയറ്റം. അവര് അപ്പോസ്തലന്മാരാ, അവരും ഭൂതത്തെ പുറത്താക്കുന്നവരാ, അവരും രോഗികളെ സൗഖ്യമാക്കുന്നവരാ, അവരും പ്രസംഗിക്കുന്നവരാ. അവർക്കില്ലാത്ത മലകയറ്റം, വേറെ ആർക്കുമില്ലാത്ത മലകയറ്റം, വേറെ ആർക്കുമില്ലാത്ത പെയിൻ, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീർ, വേറെ ആർക്കുമില്ലാത്ത നിന്ന, വേറെ ആർക്കുമില്ലാത്ത പരിഹാസം, വേറെ ആർക്കുമില്ലാത്ത ലോൺലിനെസ്, വേറെ ആർക്കുമില്ലാത്തതായ അതേ മുറിവുകൾ. അതാണ് നിന്റെ വിളി, അതാണ് നിന്റെ തെരഞ്ഞെടുപ്പ്. പിന്തിരിഞ്ഞ് നോക്കല്ല. കേറിക്കോ മക്കളെ, കേറിക്കോ. കുറച്ചു ദൂരം കൂടിയുള്ളൂ, കേറിക്കോ. പെറുപെറുക്കാതെ കേറിക്കോ, പെറുകെറുക്കാതെ കേറിക്കോ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കേറിക്കോ. കാരണം ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ, ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ മറ്റാർക്കുമില്ലാത്ത മഹത്വം, മറ്റാർക്കുമില്ലാത്ത ഗ്ലോറി, മറ്റാർക്കുമില്ലാത്ത മഹത്വം നിന്നെ കാത്തിരിക്കുകയാണ്. Oh, hallelujah. Don't turn back. Don't turn back. Oh, climb up the mountain. Climb up the mountain. And you are going to see the glory of God. You are going to be a glory carrier in this generation. When you sing, as soon as when you come up and grab the microphone and open the open your mouth, the glory will come down. മഹത്വം ഇറങ്ങി വരുന്ന ഒരു ദൈവദാസൻ, ദൈവദാസിയെ കാണുന്നെങ്കിൽ മനസ്സിലാക്കണം, മലകയറ്റം കഴിഞ്ഞിട്ടാ വന്നത്. മലകയറ്റം കഴിഞ്ഞിട്ടാ വന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ അതേ സ്തോത്രം, ഞായറാഴ്ച ക്രിസ്ത്യാനിയല്ല, വെള്ളിയാഴ്ച ക്രിസ്ത്യാനിയല്ല, വിളിച്ചു പറ, ഞാൻ കയറാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ കയറാൻ എന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ഈ മലയെ ഞാൻ കീഴടക്കും. ഗ്ലോറി, ഗ്ലോറി. പുരുഷാരത്തിന് അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. 70 പേർക്ക് ആത്മാവിന്റെ ശക്തിയുണ്ട്, 12 പേർക്ക് വചനമുണ്ട്, 3 പേർക്ക് മഹത്വമുണ്ട്. സന്തോഷപ്രഭ സ്തോത്രം. 3 പേർക്ക് മഹത്വമുണ്ട്, 3 പേർക്ക് മഹത്വം. 1 മിനിറ്റ് കൂടെ തന്നാട്ടെ. സ്തോത്രം. അവിടെ നില്ല, അവിടെ നില്ല, അങ്ങോട്ട് മാറിയില്ല, എല്ലാവരും കാണാം. ഇവിടെ നില്ല, ഇവിടെ ഇല്ല. സ്തോത്രം. സോ പുരുഷാരത്തിന് അപ്പമുണ്ട്, അത്ഭുതമുണ്ട്. 70 പേർക്ക് ആത്മാവിന്റെ ശക്തിയുണ്ട്, 12 പേർക്ക്
വചനമുണ്ട്. 3 പേർക്ക് ദൈവമഹത്വമുണ്ട്. ഓ, ഐ ഫോർഗോട്ട് അബൌട്ട് യു. ദ മൾട്ടിറ്റ്യൂഡ് they have the bread and miracle, and the 70 they had the charisma, the power to heal the sick and cast out demons. The 12 they have the word of God. The 3 they have the glory. Let me name them. From 120, from there the church starts. ആത്മാവ് പ്രാപിച്ചവനെ കൊണ്ടാ സഭ തുടങ്ങുന്നത് കേട്ടോ. അല്ല, വന്നിരുന്ന് ഉറങ്ങുന്നവനെ കൊണ്ടല്ല സഭ തുടങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ. 120 they are called the common friends. All the spirit filled Christians in Kuwait and worldwide, they are my common friends. And 70 they are called compound friends, the people those who prayed for you. Oh, they are called the compound friends. And 12 they are called you close friend. Common friends, oh, compound friends, and close friends. And 3 Peter, James and John, 3 they are called core friends. Common friends, compound friends, close friends, and core friends. But the youngest among the 12, the young man among the 12, when he came in that service, everybody is eating bread and keep on saying, oh. And he said, no, I don't want the bread. And 120 they are having the capacity to talk in tongues. And he said, much more than 10, much more. And 70, oh, more than. But I don't want to stop myself with this power. There will be more. And 12, there is a word of God, and he will say, oh, beyond that there will be something. And he don't want to stuck up with this glory. ഏറ്റവും ഇളയവൻ ഒരു സർവീസിന് വന്നപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, എല്ലാവരും അപ്പം തിന്നിങ്ങനെ വയറും വീർത്ത് ഇരിക്കുക. അവൻ പറയും, ഞാൻ വന്നത് അപ്പത്തിനല്ല, അത്ഭുതത്തിനല്ല. എൻ്റെ ലക്ഷ്യം അപ്പമല്ല, അത്ഭുതമല്ല. അല്ല, പിന്നെ സ്തോത്രം, എനിക്ക് ഭൂതം പോകുന്ന രോഗം മാറുന്ന ശക്തിയല്ല എനിക്ക് വേണ്ടിയത്. എനിക്ക് വേണ്ടിയത് ഗ്രീക്കും ലാറ്റിനും റൂട്ടും ആ വചനമല്ല എനിക്ക് വേണ്ടിയത്. ഇനിയുണ്ട്. ഇതുള്ളവരെ ഞാൻ കുറ്റം പറയല്ല, പക്ഷെ ഇതല്ല, ഇനിയുണ്ട്. അയ്യോ, ബ്രദർ സുരേഷ് ബാബു ആരെയും കുറ്റം പറയത്തില്ല കേട്ടോ, ഞാൻ വീട്ടിൽ പോലും പറയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇതല്ല, ഇനിയുണ്ട്. സ്തോത്രം. അപ്പവും അത്ഭുതവും മാത്രമല്ല, ശക്തി മാത്രമല്ല, വചനം മാത്രമല്ല, ഇനിയുണ്ട്. സോ 3 പേർ, അവർക്ക് മഹത്വം. അവൻ പറയും 21 ദിവസവും 40 ദിവസവും പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ആ മഹത്വം മാത്രമല്ല, ഇനിയുണ്ട്. ഇതെല്ലാം മാത്രമല്ല, ഇനിയുണ്ട്. ഒരിക്കൽ അലക്സാണ്ടർ ഇറങ്ങി വന്നപ്പോൾ ഒരുത്തനോട് ചോദിച്ചു, നിനക്കെന്തോ വേണം? അലക്സാണ്ടർ രാജാവ് ചോദിച്ചു, നിനക്കെന്തോ വേണം? അവൻ പറഞ്ഞു, എനിക്ക് നിന്റെ സിംഹാസനം വേണം. രണ്ടാമത്തം പറഞ്ഞു, എനിക്ക് നിന്റെ ഖജനാവ് വേണം. മൂന്നാമത്തം പറഞ്ഞു, അതെ, എനിക്ക് നിന്റെ സ്തോത്രം, അതെ, എനിക്ക് നിന്റെ സൈന്യം വേണം. നാലാമത്തവൻ ബുദ്ധിമാൻ, അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ വേണം. അർത്ഥം, നീ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. John the Beloved said, there are bread and miracle, there is a charisma, the power, there is a word of God, there is glory, but my destination is your bosom. എനിക്ക് വേണ്ടിയത് യേശുവിന്റെ മാർദ്ദമത്രേ. When you are at the bosom of Jesus, എന്തോ എന്നതാ ഉള്ളവര് പറഞ്ഞു, എന്തുവാ? Only that John the Beloved heard the heartbeat of the Son of Living God. ബർത്തിമായി കേട്ടില്ല, മാർത്തയും മറിയം കേട്ടില്ല, ലാസർ കേട്ടില്ല, മദ്ദലക്കാരത്തി മറിയ കേട്ടില്ല, പുരുഷാരം കേട്ടില്ല, വേറെ ആരും കേട്ടില്ല. യോഹന്നാൻ മാത്രം കേട്ടു. ദൈവപുത്രനായ യേശുവിന്റെ ഹൃദയ സ്പന്ദനം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ വീണ്ടും പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. പ്രസംഗം തീർന്നില്ല. ഒരു let us all stand in the presence of God. No multitude, Zacchaeus or Mother Mary, no one was heard the heartbeat of Jesus, but the John the Beloved, he heard the heartbeat of the Lord.
which is called the revelation. Revelation is not available outside, but it is in inside. ഞാൻ പറയട്ടെ, സ്തോത്രം പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ. വെളിപ്പാടെന്ന് പറയുന്നത് പുറത്തിരിക്കുന്നതല്ല, വെളിപ്പാടെന്ന് പറയുന്നത് അകത്തിരിക്കുന്നതാണ്. അത് ചർച്ച് ഗ്രോത്തിന്റെ വെളിപ്പാടാകട്ടെ, അത് പട്ടണങ്ങളെ തുറക്കുന്ന വെളിപ്പാടാകട്ടെ, അത് GCC കൺട്രികളെ സിംഹാസനത്തിന് മുൻപിൽ മുട്ടുമടപ്പിക്കുന്ന വെളിപ്പാടാകട്ടെ, അത് ജാതികളെ പിടിച്ചെടുക്കുന്ന, ഓ കമാൻ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, ജാതികളെ പിടിച്ചെടുക്കുന്ന വെളിപ്പാടാകട്ടെ. ഹിമാലയം തുടങ്ങി കന്യാകുമാരി വരെ 130 കോടി ജനത്തെ യേശുവിന് വേണ്ടി നേടുന്നതായ വെളിപ്പാടാകട്ടെ. അത് ഗൂഗിളിൽ കിട്ടത്തില്ല, അത് യാഹൂ പറയത്തില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ പത്മോസിൽ മാത്രമേ, ശ്രദ്ധിക്ക്, നിന്റെ ജീവിതത്തിന്റെ പത്മോസിൽ മാത്രമേ നിനക്കത് കിട്ടത്തുള്ളൂ. ഈ അകത്തിരുന്നതായ ഹൃദയത്തിന്റെ സ്പന്ദനം കേട്ട യോഹന്നാന് മാത്രമേ ഈ വെളിപ്പാട് കാണിച്ചു കൊടുത്താൽ മനസ്സിലാകത്തുള്ളൂ. അയ്യോ, ഇതൊക്കെ ഭയങ്കര ദൂതാ കേട്ടോ. ഇത് കോമൺ, എല്ലാവർക്കും ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തില്ല. ഇത് അനുഭവിക്കുന്നവർ മാത്രമേ ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തില് നിന്റെ അപ്പനും അമ്മായിയപ്പനും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും സഭാവിശ്വാസിയും എല്ലാവരും കൂടെ നിരന്നിരിക്കുന്ന യെരൂശലേമിന്റെ തെരുവിൽ നിനക്ക് ഈ വെളിപ്പാട് കിട്ടത്തില്ല കുഞ്ഞേ. നീ അറിയാതെ ചില വാതിലുകളെ അവൻ അടയ്ക്കും. നീ ആശ്രയിക്കുന്ന കൊമ്പുകൾ ചിലപ്പോ പറഞ്ഞു പോകും. നീ പിടഞ്ഞ് ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം, എന്തുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? നടക്കാൻ വഴിയില്ലാത്തപ്പോൾ കഴുകന്റെ ചിറക് തന്ന് പറക്കുവാൻ നിന്നെ ബലപ്പെടുത്തുന്നവൻ നിന്നെ നോക്കി പറയും. ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത പുതിയൊരു വെളിപ്പാടിന്റെ കലവറ നിനക്ക് വേണ്ടി ഞാൻ തുറക്കുവാൻ പോകുകയാണ്. ആരുമില്ലാത്ത പത്മോസ്, മുകളിൽ കറങ്ങി നടക്കുന്നതായ കഴുകൻ അറിയത്തില്ല അവൻ എന്തിനാ വന്നത്. ചാടി വീഴാൻ കാത്തിരിക്കുന്നതായ ചെന്നായി, അവയ്ക്ക് അറിയത്തില്ല അവൻ എന്തിനു വേണ്ടി അവന് വന്നത്. പക്ഷെ അവനവിടെ വന്നതല്ല, ദൈവം അവനെ കൊണ്ടുവന്ന. നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്ന. ഈ അവസ്ഥ നിന്റെ ജീവിതത്തിലായതല്ല, ഈ അവസ്ഥ നിന്റെ കുടുംബത്തിന് വന്നതല്ല, ഈ അവസ്ഥ നിന്റെ ബിസിനസ്സിന് വന്നതല്ല, ഈ അവസ്ഥ നിന്റെ സഭയ്ക്ക് വന്നതല്ല. There is no coincidence. Oh, before the presence of God, always there is a predestination, people of God. We are facing an island of Patmos. The Bible says the chamber of revelation that will open for you. Another വന്നതല്ല. അവിടെ ആ സ്തോത്രം പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ആരുമില്ല. ഇനി തിരിച്ചു പോകുന്ന ഒരു പ്രതീക്ഷയില്ല. പുറത്തിറങ്ങുന്ന നിനക്ക് പ്രതീക്ഷയില്ല, പുറത്തിറങ്ങത്തില്ല, ഇറങ്ങുന്ന പ്രതീക്ഷയില്ലാത്തവരെ നോക്കി ഞാൻ പറയട്ടെ, വെളിപ്പാടിന്റെ പാക്കേജുമായി നീ തിരിച്ചു പോകാൻ വേണ്ടി പോകുകയാണ്. ഒരു ശബ്ദമൻ കേട്ടവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് സംസാരിച്ച നാദമെന്നത് കാണുവാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവന്റെ അരികിൽ നിൽക്കുന്ന വെളിപ്പാടുമായി യോഹന്നാൻ പുറത്തിറങ്ങി. യേശുവിന്റെ നാമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ തലമുറയിൽ there are some Johns in this room, those who are going to abide at the bosom of Jesus in this generation, in the name of Jesus. എത്ര പേര് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയുക, സപ്പാ ഞാൻ നിന്നോട് അടുക്കട്ടെ, ഞാൻ നിന്നോട് അടുക്കട്ടെ. Let me come closer to you, let me come closer to you. Such people, please lift your hands, and all the people, those who lifted your hands, don't stay there, come to the front right now. 5 minutes we are going to pray. Just 5 minutes we are going to pray. Come to the front right now. കർത്താവേ, ഞാൻ അങ്ങയോട് അടുക്കട്ടെ, ഞാൻ അങ്ങയോട് അടുക്കട്ടെ എന്ന് പറയുന്ന വേഗത്തിൽ ഓടി വന്നേ. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുന്നു. Come, hallelujah, Hosanna, hallelujah, Hosanna. മഹത്വം, 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 മഹത്വം. കണ്ണുകൾ അടച്ച് മഹത്വം, 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 മഹത്വം. കുവൈറ്റിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് മഹത്വം ചുമക്കുന്ന
ചാനലുകൾ. പ്രാപിക്ക ദൈവജനമേ. കണ്ണുകൾ അടച്ച് വായി തുറന്ന് യെസ്, മഹത്വം. നീ അത്രയ്ക്ക് മല കയറിയവനാ. നീ അത്രയ്ക്ക് ജീവിതത്തിൽ മല കയറിയവളാ. അധികം അറ്റാക്ക് കണ്ടവർ അധികം മഹത്വം കാണട്ടെ. കമോൺ. ഇനി നിന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. തകർക്കണമായിരുന്നെങ്കിൽ സാത്താനെ പണ്ട് തകർക്കണമായിരുന്നു. ഇനി നിന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ദൈവത്തിന്റെ അഭിഷിക്തന്മാരായി ഞങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു, സാത്താനെ നീ ലേറ്റായി പോയി. സാത്താനെ നീ താമസിച്ചു പോയി. ഓ യേശുവിന്റെ നാമത്തില് ഇനി ഈ ജനത്തെ തകർക്കാൻ, ഇനി ഈ കുടുംബങ്ങളെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. നാമത്തിൽ ശക്തി വ്യാപരിക്കുന്നു. Power is coming upon you. Power. കെട്ടുകൾ അഴിയുന്നു. ബന്ധനങ്ങൾ, നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു വീഴുന്നു. ഒരു മിനിറ്റ് കൂടെ കണ്ണടയട്ടെ. കണ്ണുകൾ അടഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ പറയുന്ന ഇതിനകത്ത് നിൽക്കുന്ന ചിലരുടെ ഉറക്കം നന്മയ്ക്കായി കുറയും. അത്രയും നേരം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഡെയിലി റൊട്ടീനാകാൻ പോവാ. യെസ് ലോർഡ്. അതെ അപ്പനെ, ഞങ്ങൾക്കത് വേണപ്പാ. ദൈവ ശബ്ദം കേൾക്കാൻ നിന്റെ അകത്തെ മനുഷ്യന്റെ ചെവിയെ കർത്താവ് തുറക്കുക. കാരണം മനുഷ്യന്റെ ശബ്ദം കേട്ട് നീ ഒത്തിരി കരഞ്ഞു. ശാപത്തിന്റെ ശബ്ദം, മുറിവേൽപ്പിക്കുന്ന ശബ്ദം, words of rejection and bitterness and thoughts. Now hereafter you are going to hear from El Shaddai. El Shaddai. El Shaddai. El Shaddai. El Shaddai. El Shaddai. Dreams and visions. 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 Something like a spider's web is breaking from this mother. In the name of Jesus. In the name of Jesus. Call her. Something like a spider's web. ചെലന്തി വല പോലെയുള്ള എന്തോ ഒന്ന് രാത്രി നിന്റെ നിന്ന് പൊട്ടിമാറുകയാണ്. In Jesus' name. ലീലാമേന്തി തൊട്ടിരിക്കുന്ന സഹോദരനൊക്കെ പരിശുദ്ധാത്മാ പറയുന്നു, സാത്താൻ മരണദൂതൻ ആയുധം വെച്ചിട്ട് ഓടിപ്പോകുന്നത് ഞാൻ കാണുക. യേശുവിന്റെ രക്തം. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മരണദൂതൻ ആയുധം വെച്ച് ഓടിപ്പോകുക. നോ, അവൻ ആയുധം വച്ചിട്ട് പോകാൻ പാടില്ലല്ലോ, എടുത്തിട്ട് പോകണം. യേശുവിന്റെ നാമത്തിൽ അവന്റെ ഒരായുധം അവനിൽ അവശേഷിക്കരുത്. പ്രാർത്ഥിക്കുക. എല്ലാ ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. In Jesus' name. In Jesus' name.
ഐസൈറ്റിന് പ്രോബ്ലം ഉള്ള ഒരു സഹോദരൻ ഈ സെൻട്രൽ നിൽപ്പുണ്ട്. ഐസൈറ്റ്, ദ ലോർഡ് ഈസ് ടച്ചിങ് യു നൗ. യേശുവിന്റെ ശക്തി വ്യാപരിക്കുകയാണ് ഇന്ന് രാത്രി. ഈ ഹാളിൽ നിൽക്കുന്ന എല്ലാ ജനത്തിന്റെ മഹത്വം, ഒരു ഗ്ലോറി ലെവൽ, ഒരു സ്പിരിറ്റ് റിലമിൽ ഒരു ഇൻക്രീസ് കർത്താവ് കൽപ്പിക്കുകയാണ്. കമാൺ കമാൺ, എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഞാൻ മൈക്ക് കൈമാറുകയാണ്, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പട്ടണങ്ങൾ, കൾച്ചറുകൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ, റീജൻസിനെ തുറക്കേണ്ട സ്പെഷ്യൽ കീ. ഞാൻ മൈക്ക് കൊടുക്കാൻ പോയപ്പോഴാണ് പരിശുദ്ധാത്മ പറഞ്ഞത്, നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്നതായ രാജ്യങ്ങൾ, ദേശങ്ങൾ, കൾച്ചറുകൾ, അതിനെ തുറക്കുന്ന ഒരു പ്രത്യേക താക്കോൽ കൂട്ടം വെളിപ്പാടായി ഈ ജനത്തിൽ ചിലതിന്മേൽ സ്വർഗം പകരുകയാണ്. Take it! പ്രാപിക്ക. The revelations to open the cities, the revelations to open the cultures, the revelation to open the nations. Receive it in Jesus' name. Open up. Open your mouth widely so that the God can fill you. Shiva Baba Babasya, Hidala Baba Bubusi, Rambunia